മുമ്പ് ഹുസൈൻ സാറ് നിങ്ങൾക്ക് പിന്നെ അല്പനേരം നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, അവൾ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, എന്നെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ്, കുട്ടി ഉസ്താദ് സഹപ്രവർത്തനായിരുന്നു 5 വർഷത്തോളം. വിളിച്ചൊരു സന്തോഷം. ഞാൻ BEd കഴിഞ്ഞ ഉടനെ 1995 ഇവിടെ സയൻസ് അധ്യാപകനായിട്ട് വന്നു. ഒരു അബ്ദുറൌഫ് മാഷ് എംപ്ലോയ്മെന്റ് കിട്ടി പോയപ്പോൾ ആ ഒഴിവിൽ വന്നതാണ്. 90 മുതൽ 95 വരെ, 90ലാണ് വന്നത്. 5 വർഷം. ആ ബാച്ചിൽ 93 മാർച്ച് മാസത്തിലാണ് മുനവ്വർ തങ്ങളൊക്കെ SLC കഴിഞ്ഞ്. അപ്പോൾ മുനവ്വർ തങ്ങളെ 3 വർഷം പഠിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ ബാച്ചിൽപ്പെട്ട കുറെ കുട്ടികൾ കണ്ടു, സന്തോഷം. ഇവിടെ വന്നപ്പോൾ വളരെ മനസ്സിന് വിഷമം. ഹക്കീം ഉസ്താദ് ഒക്കെ അന്നുണ്ട്, അതുപോലെ കിടങ്ങയ അബ്ദുറഹ്മാൻ ഫൈസി, KT കുഞ്ഞുട്ടി ഹാജി സാഹിബ്, ഒട്ടേറെ മഹാന്മാർ. കുഞ്ഞുട്ടി ഹാജിയും ഇല്ല, ഒട്ടേറെ മഹാന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്മരണകളൊക്കെ മനസ്സിൽ വരികയാണ്, വിഷമിക്കുകയാണ്, വേദനിക്കുകയാണ് മനസ്സ്. പഴയ കലാലയം, എന്നെ അധ്യാപകനായിട്ട് മാറ്റിയ ഒരു കലാലയം. ഇവിടെ നിന്നുള്ള ട്രെയിനിങ് കൊണ്ടാണ് എനിക്ക് 95 മലപ്പുറം PSC കിട്ടിയത്. വേങ്ങര ബോയ്സ് ഹൈസ്കൂളിലാണ് ആദ്യം കിട്ടിയത്. 5 വർഷം വേങ്ങര ബോയ്സ് ഹൈസ്കൂളിലുണ്ടായിരുന്നു. 2000 പിന്നെ കുറ്റിപ്പുറത്തേക്ക് വന്നു. 1 വർഷം കുറ്റിപ്പുറം നിന്നു ഹൈസ്കൂളിൽ. അന്ന് അബ്ദുള്ളക്കുട്ടി വൈസി ഇവിടെ ബോഡി മാനേജറാണ്. അദ്ദേഹം എന്നെ ക്ഷണിച്ചു, ഇവിടെ ഇരുത്തി. അവിടെ ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ക്ലാസ് എടുക്കും, പിള്ളേർക്ക് ക്ലാസ് എടുക്കും. അങ്ങനെ ഇവിടെ അടുത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുവട്ടൂരിലെ അധ്യാപകനാണ്. ഹൈസ്കൂളിൽ തന്നെ. കുടുംബം, ഭാര്യ പ്രൈമറി ടീച്ചറാണ്, ഗവൺമെന്റ് ഹൈസ്കൂൾ പഴക്കാപ്പള്ളി. 3 പിള്ളേരുണ്ട്. മൂത്ത കുട്ടി പെൺകുട്ടി ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു, കണക്ക്. രണ്ടാമത്തെ കുട്ടി +2 പഠിക്കുന്ന പെൺകുട്ടിയാണ്. മൂന്നാമത്തത് ഒരു മകനാണ്, 5ാം ക്ലാസ് പഠിക്കുന്നു. അങ്ങനെ 2 പെണ്ണും 1 ആണുമാണ് കുടുംബം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നന്നായി പോകുന്നു. ഇവിടെ വരാനും മഹാന്മാരെ കാണാനും പൂർവ്വ വിദ്യാർത്ഥികളെ കാണാനും സഹപ്രവർത്തകരെ കാണാനും അവസരം നൽകിയതിൽ അള്ളാഹുവിന് പ്രത്യേകം അൽഹംദുലില്ലാഹ് പറയുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും. സലാം ചാവക്കാട് പ്രസംഗിക്കാൻ തയ്യാറായി നിൽക്കണം. അതിനു മുമ്പ് ഹുസൈൻ ഫൈസി അല്പനേരം സംസാരിക്കും. അല്ല, ഫൈസൽ ഫൈസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ധാരാളം ആളുകൾ അവരുടെ അനുഭവങ്ങളും അവരുടെ ജീവിതങ്ങളും പങ്കുവച്ചു. അതിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞതിൽ ഞാൻ മതിയായി സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം എല്ലാവരും 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ ജീവിതത്തെ പറയുമ്പോൾ ഈ വിനീതൻ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നത് 1994 ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് 2003. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ കഞ്ഞിക്കും ഒരു നല്ല വിദ്യാഭ്യാസവും നൽകാൻ കഴിയാത്ത കാലഘട്ടത്തിൽ എന്റെ മാതാവും പിതാവും കൈപ്പിടിച്ച് ഈ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് 9 പൂർത്തിയാക്കി 10ാം ക്ലാസ് നാട്ടിൽ പഠിച്ച് പിന്നീട് മഞ്ചേരിക്കടുത്ത് പുല്ലൂരിൽ ദർസിൽ പഠിച്ച് പട്ടിക്കാട് ജാമിയാനൂരിൽ നിന്നും ഫൈലി ബിരുദം വാങ്ങി
ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മുണ്ടേരിക്കടുത്ത് പടനോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഖത്തീബായി സേവനം ചെയ്യുകയാണ്. ഈ സ്ഥാപനത്തിൽ 9 വർഷക്കാലം ഞങ്ങൾ പഠിക്കുകയും അതിനുശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട പഴയ കൂട്ടുകാരെ സംഘടിപ്പിച്ച് 1-2 കൂട്ടായ്മകൾ മലപ്പുറം കോട്ടക്കുന്നിലൊക്കെ സംഘടിപ്പിച്ചു. എന്തെങ്കിലും ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിതത്തിൽ ചെയ്യണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞങ്ങളൊക്കെ ഒരു പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആശങ്ക അത് ഈ സ്ഥാപനവുമായി ഭാരവാഹികളുമായി പങ്കുവെക്കാൻ ഈ വിനീതൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് ഞങ്ങൾ പിന്നീടും കടന്നു വന്നിട്ടുണ്ട്. പല സമയങ്ങളിലായി ഇതിന് സമീപത്തും പരിസരത്തുമൊക്കെ എത്തുമ്പോൾ ഞങ്ങൾ അവസാനം ഇവിടെ കൂടണമെന്നായിരുന്നു തീരുമാനിക്കാറ്. ഈ സ്ഥാപനത്തിലേക്ക് ഇടക്കാലത്ത് കടന്നു വരുമ്പോൾ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ പഠിച്ച കാലഘട്ടം ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. 900ഓളം വരുന്ന ബോർഡിംഗ് വിദ്യാർത്ഥികളും 400ഓളം വരുന്ന യതീംഖാന വിദ്യാർത്ഥികളും മറ്റു ഡേ സ്കോളേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കാലഘട്ടം. എന്നാൽ അതിനുശേഷം ഒരൽപ്പം ഈ വിധത്തിൽ ശോഷണം സംഭവിച്ചോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ശേഷം ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഞങ്ങൾ പിന്നീട് ഇവിടെ പലപ്പോഴും കടന്നു വന്നപ്പോഴും പരിചിതമുള്ള മുഖങ്ങൾ വളരെ അപൂർവമാവുകയും കൊടുവള്ളി ഉസ്താദ് അടക്കം സ്ഥാപനത്തിൽ നിന്നൊക്കെ പോയപ്പോ വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങിയപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നവരെ ഒരു പരിചയം കാണിക്കാനുള്ള മുഖങ്ങൾ പോലും ഇവിടെ ഇല്ലാതെയായി പോവുകയും പലപ്പോഴും വന്ന് ഞങ്ങളൊന്നിങ്ങനെ നടന്ന് കറങ്ങി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഞങ്ങൾ ഈ പ്രിയപ്പെട്ട ഭാരവാഹികളോട് ഞങ്ങളൊരു ആശങ്ക പങ്കുവെക്കുന്നത് വരുന്ന കാലഘട്ടത്തിൽ ഇനിയൊരു കാലഘട്ടം വരുമ്പോൾ ആരും അറിയാത്ത ഒരു കാലഘട്ടമായി പോകുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഇവിടെ ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കുകയും വർഷാവർഷം 1 വർഷം കൂടുമ്പോഴെങ്കിലും ഇതുപോലെയുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പല സുഹൃത്തുക്കളോടും സംസാരിച്ചപ്പോൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുമാനമുള്ളവരാണ്, സാമ്പത്തികമായ സുസ്ഥിരത എത്തിയവരാണ്. എന്റെ പ്രിയപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ ഗൾഫിലും ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നേരത്തെ നൗഷാദ് താഴെക്കോട് സാഹിബ് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ നജീബ് സാർ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഒരു ദിനത്തിലെ വരുമാനമെങ്കിലും ഈ സ്ഥാപനത്തിന് നൽകാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. അങ്ങനെ ഒരു കോർഡിനേഷൻ സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സ്ഥാപന മേധാവികൾ ഇതിനു വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു വർഷത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ദിവസത്തിലെ വരുമാനമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഏത് മേഖലയിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ എത്തിപ്പെട്ടാലും ഈ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ഈ സ്ഥാപനത്തെ അറിയിക്കുകയും അതോടൊപ്പം ഈ സ്ഥാപനത്തോട് ധാരാളം അനാദരവുകളും ഗുരുത്വക്കേടുകളും പഠിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നും ഇവിടെയുള്ള ഉസ്താദുമാരൊക്കെ അതിന് സാക്ഷിയായവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിലും സർവോപരിയോടുള്ള ഉസ്താദുമാരൊക്കെ നമ്മൾ ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും അദബുകേടിന്റെ പേരുകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഗുരുത്വക്കേടിനെ ഭയന്നുകൊണ്ട് ഞങ്ങൾ അവരോട് ഈ ഒരു സദസ്സിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും ഉസ്താദുമാരോട് ആദരപൂർവ്വം പൊറുക്കലിനെ ചോദിക്കുന്നു, പൊരുത്തപ്പെട്ടു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. സ്ഥാപനത്തോട് ചെയ്ത ഗുരുത്വക്കേടുകളും പൊരുത്തക്കേടുകളും ഒക്കെ ഞങ്ങൾ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് പരസ്യമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ വിനീതനെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി സലാം ചാവക്കാട് നിങ്ങളോട് സംസാരിക്കും. അത് കഴിഞ്ഞ പിന്നെ റാസിദ് കൊടുവള്ളി സ്റ്റേജിൽ വരാൻ തയ്യാറായി നിൽക്കണം. സലാം ചാവക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, പ്രിയപ്പെട്ട വേദിയിലെ ഉസ്താദുമാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, മർക്കസിലെ വിദ്യാർത്ഥികളെ, എന്റെ നാട്ടിൽ ഞാൻ ഏതെങ്കിലും കമ്മിറ്റിയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ കൺവീനറോ സെക്രട്ടറിയോ ഒക്കെ ആക്കി തെരഞ്ഞെടുക്കാറുണ്ട്. കാരണം കത്തിയടിക്കാനുള്ള കഴിവ് തീരെയില്ല. പരിപാടി വെച്ചാൽ സ്വാഗതമൊന്നും ചൊവ്വിനെ പറയാൻ പറ്റാത്ത ഒരാളെന്ന നിലക്കാണ് അങ്ങനെ ആക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്നെ തന്നെ പഴയ ഓർമ്മകൾ വെച്ചിട്ടാവും ബഹുമാന്യനായ കുട്ടി ഉസ്താദ് ക്ഷണിച്ചിട്ടുണ്ടാവുക.
അന്ന് സുംറത്തുൽ അലിയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. പിന്നെ മർക്കസിലെ നബിദിന പരിപാടിയിലൊക്കെ അന്ന് പ്രസംഗത്തിലൊക്കെ ഫസ്റ്റ് എടുത്തെങ്കിലും പിന്നീട് എന്റെ റൂട്ട് മാറിയത് കൊണ്ട് ഇങ്ങനെ വേദിയിൽ നിന്ന് പ്രസംഗിച്ച് വലിയ പരിചയമൊന്നുമില്ല. എന്നാലും ക്ഷണിച്ചതുകൊണ്ട് അനുഭവങ്ങളിൽ ചിലത് മാത്രം ഞാൻ ഓർത്തെടുത്ത് പങ്കുവെക്കാം. ഇപ്പോ നേരത്തെ ഇവിടെ ബഹുമാന്യനായ മോമുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു. ബോംബെ ഉസ്താദ് എന്നൊക്കെയാണ് അന്ന് പറയാം. ഞങ്ങൾ താടി മോമുട്ടി ഉസ്താദ് എന്നൊക്കെ വിളിക്കും. മൂപ്പർക്ക് പരമാവധി അദ്ദേഹത്തെയാണ്. തൃശൂർ പൂരം കണ്ട് പരിചയമുള്ള ആളെന്ന നിലക്ക് അദ്ദേഹം ചൂരിലാണ്ട് എടുത്തു കഴിഞ്ഞാൽ തൃശൂർ പൂരത്തിന് വെടിക്കെട്ടിന് തീ കൊടുത്ത പോലെ നിർത്താതെ പെട്ടക്കുന്നൊരു ഒരു വല്ലാത്ത ഉസ്താദായിരുന്നു. ഒരു ദിവസം ഇശാ നമസ്കാരത്തിന് പള്ളിയിൽ സഫ് കെട്ടിയിരിക്കുന്ന സമയത്ത് ആരോ എന്തോ ഒരു അപശബ്ദം ഉണ്ടാക്കി. അപ്പോ കരിപ്പൂർ ഉസ്താദ് എന്ന് പറഞ്ഞൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. മൂപ്പരിപ്പല്ലേ കരിപ്പൂർ ഉസ്താദ് ഉണ്ടപ്പോ കരിപ്പൂർ ഉസ്താദ് ആരാരാന്ന് വെച്ച് വന്നപ്പോ കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്. ദേഷ്യല്ലോ അവന്റെ പേര് മെല്ലാണ്ട് വിളിച്ചു പറയും കൂട്ടത്തിന്ന്. അദ്ദേഹം ഇതേപോലെ ഏതൊരു കുട്ടി സലാമാണ്, സലാം ചാവക്കാടാണെന്ന് പറയലും മൂപ്പരെ ആ സദസ്സിന്ന് പിടിച്ച് ഒന്നാണ്ട് തന്നു എനിക്ക്. അപ്പോ അടികൊണ്ട ദേഷ്യവും ആകെ ലഭ്യനായ ഞാന് കുറച്ച് ഉസ്താദിനോടൊരു ശരിയല്ല, എന്നാലും അങ്ങനെ പറയാൻ പാടില്ല, എന്തിനെ അടിച്ച് ഒരു കാരണമില്ലാണ്ട് അടിച്ചാലേ എന്നാണ് ഞാൻ ഉസ്താദിനോട് കുറെ തട്ടിക്കേറി സംസാരിച്ചു. അങ്ങനെ ആ ഉസ്താദ് പാവം. അപ്പൊ ഇത് ഇങ്ങനെ ഈ അടിക്കണ സമയത്ത് കുട്ടികൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു ശബ്ദം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഇങ്ങനെ. അപ്പൊ പള്ളിയുടെ ഉള്ളിൽ ആകെ ഈ ശബ്ദമായി. അപ്പൊ ആ ഉസ്താദിനും ഒരു ചമ്മലായി. പക്ഷേ ഉസ്താദ് എന്ത് ചെയ്ത് ഇതിനൊക്കെ പകരം വീട്ടാൻ ഏറ്റവും പറ്റിയ ആള് നമ്മുടെ താടി മമ്മൂട്ടി ഉസ്താദാണെന്നുള്ള നിലയ്ക്ക് മൂപ്പരോട് പറഞ്ഞു. താടി മമ്മൂട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഞാൻ ഇപ്പൊ കണ്ടാണ്. മൂപ്പരെ ഞങ്ങൾ അന്നങ്ങനെ വിളിക്കണോണ്ടാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. കാരണം മൂപ്പർക്ക് പൊരുത്തണമെന്ന് എനിക്കറിയാം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള് ഞാനിങ്ങനെ ഡൈനിങ് ഹാളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങണേത്ത്, സലാം ഭക്ഷണം കഴിച്ചാൽ നേരം ഇങ്ങോട്ട് വരണം, നിന്നെ കണ്ടിട്ട് ഞാൻ റൂമിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭക്ഷണം എങ്ങനെയൊക്കെയോ വേഗം കഴിച്ചിട്ട്, ഞങ്ങൾക്ക് അന്നൊക്കെ എന്തിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ബഹുമാന്യനായ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട പി ഉസ്താദ്. വളരെ ശാന്ത പ്രകൃതിയാണ്. കുട്ടികൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും മൂപ്പരെ അടുത്ത് ഓടിച്ചെന്ന് പറയാം. ഞാൻ ഭക്ഷണം കഴിക്കലും മമ്മൂട്ടി ഉസ്താദ് വടിയായിട്ട് അവിടെ ഒക്കെ ഉണ്ട്, നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേന് തരാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ഓടി ബഹുമാനപ്പെട്ട പി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവരുടെ അടുത്തേക്ക്. ഉസ്താദ് ഒരു തെറ്റും ചെയ്യാതെയാണ് ഇന്ന പള്ളിയിൽ നിന്ന് ഇങ്ങനെ അടിച്ചപ്പോ അതിന് പകരം വീട്ടാൻ മമ്മൂട്ടി ഉസ്താദ് കാത്തിക്കാണ്, എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് പി ഉസ്താദിന്റെ കേട്ട് സന്തോഷമായിട്ട് കുറച്ചു നേരം അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു നീ പോയി കഴിഞ്ഞാൽ അടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ അതുപോലെ ബഹുമാന്യനായ കുണ്ട്ര അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. മൂപ്പര് ഇവിടെ എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. അപ്പൊ ഈ ഞങ്ങൾ വിടവാങ്ങൽ സമയത്ത് ഒരു വിടവാങ്ങൽ പ്രസംഗ പരിപാടി ഇവിടെ വെച്ച് നടന്നിരുന്നു. അപ്പൊ കുണ്ട്രന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നമുക്കിന്ന് ഉസ്താദ്മാരൊക്കെ നിർത്തിപ്പൊരിക്കണം, കാരണം എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ ഇന്ന് ഇവിടെ പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞു എന്റെ ശേഷം ഞാനും പറഞ്ഞോളാന്ന് പറഞ്ഞു. പാവം കുണ്ട്ര അദ്ദേഹത്തിന് എന്തൊക്കെ പറയാൻ പറ്റണം അതൊക്കെ വിളമ്പി ആ ഉസ്താദ്മാരെ വെറുപ്പ് മുഴുവൻ അദ്ദേഹം നേടി. പക്ഷെ അതിന്റെ ശേഷം എന്നെ പി ഉസ്താദ് വിളിച്ചപ്പോ ഞാൻ പിന്നെ കരിപ്പൂർ ഉസ്താദ് അടിച്ചതും മറ്റു ഉസ്താദ്മാർക്കുണ്ടായ വേദനകളും ഒക്കെ വളരെ സങ്കടകരമായ രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ എന്റെ തടി കാത്തു. ആ കുണ്ട്ര അബ്ദുള്ളാക്കിനോട് അങ്ങനെ ഒരു വിഷമം നിലനിൽക്കേണ്ടെങ്കിൽ മാറ്റണം. കാരണം കുണ്ട്രക്ക് എന്തോ സ്വഭാവം എന്ന് വെച്ചാല് നമ്മളെ നസീബുള്ള സാറുണ്ട്. നസീബുള്ള സാർ അന്ന് ഫിസിക്സ് എടുത്തിരുന്ന ഒരു അധ്യാപകനാണ്. നസീബ് സാറിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ തീരെ അടിക്കില്ല, നല്ല മയത്തോടുകൂടെയാണ് കുട്ടികളോട് പെരുമാറാറ്. നസീബ് സാറ് പിന്നെ ഫിസിക്സ് ആണ് ഞങ്ങൾക്ക് അന്ന് എടുത്തിരുന്നത്. ഫിസിക്സിൽ ഓം തിയറിനെ കുറിച്ച് പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു വിവാദമാവുന്ന രീതിയിൽ ഒരു ആൻസർ ആയിരുന്നു ഞാൻ അന്ന് എഴുതിയിരുന്നത് ഓം തിയറിനെ കുറിച്ച്. പക്ഷെ അന്നൊക്കറിയാം, ഇപ്പൊക്കറിയില്ല. പക്ഷെ അന്നത്തെ നമ്മളെ വികൃതി കൊണ്ട് ഉത്തരം എഴുതാതെ അതിന് ഞാൻ ഇവിടെ പറഞ്ഞാൽ ചിലപ്പോൾ മോശമാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഈ സംഭവം കുണ്ട്ര അബ്ദുള്ളാക്ക് എന്നെ ഓം തിയറിയും വെച്ചിട്ട് എവിടെയൊക്കെ എന്നെ നാറ്റിക്കാൻ പറ്റുമോ ആ വക പരിപാടിയൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. എന്തായിരുന്നാലും മർക്കസിന്റെ ഭൂമികയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് മിക്കവാറും പൂർവ്വ വിദ്യാർത്ഥികൾക്കും വരാൻ പോണ കുട്ടികൾക്കും എല്ലാവർക്കും ഓർമ്മയിൽ വരുന്ന ഒരു ചിത്രമാണ് അബ്ദുള്ള. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത്. അദ്ദേഹം ക്ഷമിക്കണം, പൊറുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ബഹുമാന്യനായ കുട്ടി ഉസ്താദ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദായിരുന്നു. കുട്ടി ഉസ്താദ് തല്ലണതിനെ പറ്റി എല്ലാവരും പറയാറുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് തല്ലൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാനും അവിടെ നാട്ടിൽ മദ്രസ 6ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ മദ്രസ 6ൽ ചേരുന്നത്. സ്കൂളിലാണെങ്കിൽ 9ലും. അപ്പൊ ഈ 6ാം ക്ലാസ്സിൽ ഉംദ നന്നായി പഠിച്ച കാരണം കുട്ടി ഉസ്താദ് ഉംദ എടുക്കാൻ വന്ന് നോക്കുമ്പോൾ ഞാൻ വളരെ ഭംഗിയായിട്ട് ഓതിക്കൊടുത്തു. അതിന്റെ ശേഷം മൂപ്പര് പിന്നെ ഉംദയില് ക്ലാസ് എടുക്കാൻ വന്ന എന്നോട് ചോദിക്കില്ല. കാരണം അവർക്ക് ഒക്കെ അറിയുന്നില്ല, ധാരണയാണ്. ആകെ ഫസ്റ്റ് പേജ് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അതാ ഉസ്താദിനെ അറിയില്ല പാവം. അപ്പൊ ഞങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ബഹുമാന്യനായ കുട്ടി ഉസ്താദ്. അതുപോലെ അച്ചൂരി ഉസ്താദ്, റിപ്പൺ ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, പിന്നെ ഷിഹാബ്, ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള 2 വിദ്യാർത്ഥികൾ, അതുപോലെ ഹുസൈൻ, നൌഫൽ, ഇവരൊക്കെ ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു. ഈ മുറ്റത്ത് ഓടി നടന്ന നല്ലവരായ വിദ്യാർത്ഥികളായിരുന്നു. അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയാവുന്ന ആളുകളായിരുന്നു. ആ വിദ്യാർത്ഥികൾ നമ്മോട് വിട പറഞ്ഞു. അതുപോലെ ബഹുമാന്യനായ കുഞ്ഞിപ്പുസ്താദ്, പി ഉസ്താദ്, ജലീൽ ഫൈസി, ബഹുമാന്യനായ നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടെ എന്നും ഓർക്കുന്ന ബഹുമാന്യനായ കെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് അവർകൾ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇന്ന് ഞങ്ങളിവിടെ വന്നത് ബഹുമാനപ്പെട്ട യാക്കൂബ് ഉസ്താദിന്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ടാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ എന്നും ഞങ്ങൾ ഓർക്കും. അതുപോലെ ഇതുപോലെ പിന്നെ ഒരുപാട് ആളുകളുണ്ട്, ഞാനൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഹക്കീം ഉസ്താദ് ഉൾപ്പെടെ, ബഹുമാന്യനായ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരോടും പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് എല്ലാവിധ സാമ്പത്തികമായും ഒക്കെ സഹകരിക്കാൻ ഞങ്ങളുണ്ടാകും. ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് നിർമ്മിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി റാഷിദ് കൊടുവള്ളി ഇങ്ങോട്ട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബോധയോഗാർത്ഥർ ഞങ്ങൾ കരുളുന്നു സമാശ്വാസം, ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ശാശ്വത സത്യം ഉരുവിടട്ടെ. ബഹുമാനായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മർക്കസിന്റെ ഈ മണൽ വാരിയിൽ കളിച്ചും ചിരിച്ചും രസിച്ചും ആസ്വദിച്ചും നടന്ന ഒരു കാലഘട്ടത്തിലെ കൂട്ടുകാർ ഇവിടെ അതിനു മുൻപേ ഞങ്ങൾ നേരത്തെ തമാശയായി പറയുകയായിരുന്നു, എന്റെ മുമ്പേ പ്രസംഗിച്ച പല ആളുകളും അവരുടെ ബാച്ച് 91, 92 എന്നൊക്കെ പറയുമ്പോൾ എന്റെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് 91, 92 എന്നൊക്കെ പറയുന്നത്. ഏതായിരുന്നാലും 2006-07 വർഷത്തിലെ SSLC ബാച്ചിലാണ് ഞാനുണ്ടായിരുന്നത്. 3 വർഷമാണ് ഈ മർക്കസിൽ പഠിച്ചു പോയിട്ടുള്ളത്. ഇന്ന് ആരെങ്കിലും ആയി എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഇന്ന് ഈ രീതിയിൽ നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഈ മർക്കസ് ഉണ്ടാക്കിയ അനുഭവം കൊണ്ട് മാത്രമാണ് എന്ന്, അതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉത്തേജനവും ഏറ്റവും വലിയ അംഗീകാരവും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ മർക്കസിൽ പഠിച്ചിരുന്ന സമയത്ത് ഇവിടെയുള്ള പരമാവധി സംഗതികളെ ആസ്വദിക്കാനും ആവാഹിക്കാനും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഇപ്പോൾ ലത്തീഫ് ഉസ്താദ് ഇവിടെ വന്ന സമയത്ത് പറഞ്ഞു പാട്ട് പാടണമെന്ന്. ഇവിടെ ഞാൻ ഓർക്കുന്നു, ഇവിടെ 8 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്രേ റെഡ് ഹൗസ് എന്ന് പറയുന്ന ഹൗസ് വിജയിച്ചിട്ടുള്ളത്. അതുവരെ അത് വിജയിച്ചിട്ടില്ല. 4 ഹൗസുകളിലായിട്ട് മത്സരം നടക്കുമായിരുന്നു. ഞാനായിരുന്നു 2 വർഷം തുടർച്ചയായി റെഡ് ഹൗസിന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത്. അല്പം പൊങ്ങച്ചത്തോടു കൂടി പറയുകയാണെങ്കിൽ ആ 2 വർഷവും എന്റെ ഭാഗ്യത്തിന് അത് വിജയിച്ചു. 3-ാമത്തെ വർഷം ഞാൻ അതിന്റെ വൈസ് ക്യാപ്റ്റനായി. ആ വർഷം ഞങ്ങളുടെ ഹൗസ് 2ാം സ്ഥാനത്തേക്ക് മാറി. അതുപോലെ ഇവിടെ മദ്രസയിൽ ഉണ്ടായിരുന്ന മസ്റഹുൽ ഫുനൂൻ എന്ന് പറയുന്ന സാഹിത്യ സമാജ വേദി ഉണ്ടായിരുന്നു. അതിന്റെ പ്രസിഡന്റായിട്ട് ഞാനും മഞ്ചേരിയിലുള്ള ഹസീബ് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. അന്ന് ആ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്ന സമയത്ത് കുട്ടി ഉസ്താദാണ് അന്നത്തെ ഉസ്താദ്. അദ്ദേഹവും ഞാനും തമ്മിൽ ഒരു നല്ല ഹൃദയഹാരിയായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം അദ്ദേഹത്തിന് എല്ലാ ദിവസവും രാവിലെ ചായ കൊണ്ടുപോയി കൊടുക്കുന്ന പണി 3 വർഷം എടുത്ത ആളാണ് ഞാൻ. അപ്പൊ ഉസ്താദിന് വല്ലാത്തൊരു അനുഭവം ഉസ്താദിന്റെ അടുത്തുണ്ട്. ചില കള്ളക്കേസുകളിലൊക്കെ ഞങ്ങളെ കൂട്ടമായിട്ട് പിടിക്കും. അപ്പൊ എന്റെ മുമ്പിൽ ഒരു അഹങ്കാരം ഉണ്ടാവും, ഉസ്താദ് എന്നെ അടിക്കൂലെന്നാ, എനിക്കും കിട്ടും, ഞാൻ വാങ്ങും.
അപ്പോ സ്വാഭാവികമായിട്ട് ഉസ്താദുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എല്ലാ സംഗതികളെയും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മർക്കസിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഇവിടുത്തെ മുമ്പൊരു പാട്ട് എഴുതിയിരുന്ന താജ് ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മർക്കസിനെ കുറിച്ചുള്ള 2 വരി പാട്ടുണ്ട്. അതിന്റെ ആദ്യവും ഒടുക്കവും മാത്രം ഞാനത് പറയാം. പൂനിലാവേ പൊന്നിലാവേ ഒന്ന് മൊഴിഞ്ഞാട്ടേ, അതിന്റെ അവസാനത്തിൽ പറയുന്നത് പൂനിലാവേ പൊന്നിലാവേ ഒന്ന് മൊഴിഞ്ഞാട്ടേ, ഈനാരങ്ങൾക്ക് ചുറ്റും ഒന്ന് പറഞ്ഞാട്ടേ. ആ കിളി ഇന്ന് മർക്കസിന്റെ മിനാരങ്ങൾക്ക് മീതെ പറക്കുമ്പോ ഞങ്ങൾ 2006 ഞങ്ങൾ കഴിഞ്ഞു പോയ ആ കാലഘട്ടത്തിലുള്ള കിളികളായിട്ടുള്ള ഞങ്ങൾ ഇന്ന് പറക്കുമ്പോ അന്നത്തെ ഞങ്ങളുടെ മനസ്സിലുള്ള മർക്കസിന്റെ സങ്കല്പം അല്പമൊന്ന് ഞങ്ങൾ വിചാരിച്ചതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ ഹോസ്റ്റൽ സംവിധാനം, ഞങ്ങളൊന്ന് പഠിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങിന്റെ 2ാം നിലയിലെല്ലാം ഹോസ്റ്റലിലെ കുട്ടികളും ഇവിടെയെല്ലാം ക്ലാസ്സുകളായിരുന്നു. ഇന്ന് അന്വേഷിച്ച സമയത്ത് അത്തരം സംവിധാനങ്ങളൊക്കെ കുറഞ്ഞുപോയി എന്നറിയുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവിച്ചത് എന്ന് അറിയാനുള്ള ഒരു താല്പര്യം കൂടി ഞാൻ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവിടെ ക്ഷണിച്ചതിനും ശ്രവിച്ചതിനും, ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വസ്ത്ര വ്യവസായം കൂടി അതിന്റെ കൂടെ കൊണ്ടുപോകുന്നു. അതാണ് ഇപ്പോ എത്തി നിൽക്കുന്നത്. PG MA അറബിക്കായിരുന്നു, അത് കഴിഞ്ഞു. ഡിഗ്രി അഫ്സലുൽ ഉലമയായിരുന്നു, അത് കഴിഞ്ഞു. PG എടുത്തു. ആ നിലയിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ബഹുമാനപ്പെട്ട തങ്ങളെത്തിയിരിക്കുന്നു. എന്റെ വാക്കുകൾ സവിനയം ശേഷം നന്ദി അർപ്പിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനായ തങ്ങളവരുകൾ നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി ഇവിടെ പലതവണ നിങ്ങൾ കേട്ട കുണ്ടറ എന്ന് കേട്ട അദ്ദേഹം 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും. ഇത് ഒരു പ്രത്യേകം ലഭിച്ച ഒരവസരമാണ്. പക്ഷെ എനിക്ക് മൊത്തത്തിലങ്ങോട്ട് തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അഭിനന്ദരായ നമ്മുടെ നേതാവ്, നമ്മുടെ പ്രതീക്ഷ തങ്ങളവറുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ആദ്യം ലഭിച്ച അവസരത്തിൽ കോറിയിട്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെയും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെയും സ്മരണ, അഭിനന്ദരായ തങ്ങളവറുകളുടെ ബാച്ചിൽ തന്നെ പെട്ട നേരത്തെ എന്റെ പ്രിയ സുഹൃത്ത്, എന്റെ മർക്കസ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് സമ്മാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, അവിടെ മുതൽ ഇങ്ങോട്ട് ഇന്നുവരെയും നിരന്തര ബന്ധം തുടരുന്ന എന്റെ പ്രിയ സുഹൃത്ത് സലാം ചാവക്കാട് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുനവർമന്റെയൊക്കെ ബാച്ചിൽ തന്നെ പെട്ട പുന്നയൂരത്തെ ശിഹാബും ഷമീറും 2000 ഡിസംബർ 30 ഫറോക്കിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട ആ ഒരു സന്ദർഭം ഇവിടെ ഞാൻ അവരെ അയവിറക്കുന്നതിനോടൊപ്പം എന്റെ മർക്കസ് ഉത്തരവാദിത്തപ്പെട്ടവരോടും ഇവിടുത്തെ അധ്യാപക ഉസ്താദുമാരോടുമൊക്കെ കുഞ്ഞൂട്ടി ഹാജി അന്ന് എഴുതി വെച്ച വാചകം തന്നെ വീണ്ടും ഒന്ന് തിരുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മർക്കസിലെ ഒരു കുട്ടിക്ക് ഇവിടെ വെച്ചൊരു വേദന ഉണ്ടായാലും, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുമ്പോൾ, ഇന്ന് ഞാൻ അതെന്റെ ബഹുമാന്യനായ PK മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവറുകളോട് സൂചിപ്പിക്കുകയും ചെയ്തു. എന്റെ കയ്യിൽ ഒരു ചെറിയ കുരുപ്പ്
ഇവിടെ ഇങ്ങനെ പഴുക്കാതെ അതിങ്ങനെ വളർന്നു വന്നപ്പോ ആ സന്ദർഭത്തിൽ ഈ സലാമ സൂചിപ്പിച്ച കരിപ്പൂർ ഉസ്താദും ബഹുമാനപ്പെട്ട പി കെ ഉസ്താദും ഒക്കെ കൂടിയാണ് അതൊരു മരുന്ന് വെച്ച് പഴുത്ത് അതിന്റെ പഴുപ്പൊക്കെ എടുത്തു കൊണ്ടുപോയി അങ്ങനെ നമ്മളെ പരിപാലിച്ചിരുന്നവരാണ്. എനിക്കൊന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. മർക്കസിലെ കുട്ടികൾ അവർ ഇവിടുന്ന് പിരിഞ്ഞുപോയാലും ഇവിടുത്തെ സന്താനങ്ങളാണ്. എത്ര ഉന്നതിയിലെത്തിയാലും കേരള ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഡൽഹി പാർലമെന്റിന്റെ ലൈബ്രറിയനായിട്ട് പോലും നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എവിടെ എന്തു പറ്റിയാലും ഈ മർക്കസിന്റെ ഒരു ശബ്ദം ആ കുടുംബത്തിലൊരു താങ്ങായി തണലായി എത്തുന്നതാണ് അവരിൽ നിന്ന് തിരിച്ച് മർക്കസിനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ മർക്കസ് ജീവിതത്തിലോ ശേഷമോ ഏതെങ്കിലും തരത്തിലുള്ള, നേരത്തെ സലാമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഈ ഉള്ളവനിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും. തെരുവുകാരികളുടെയും ഭൂകോട്ടൂരിന്റെയും വീരഭടന്മാർ ചവിട്ടിപ്പദം വരത്തിയ മലബാറിന്റെ മണ്ണിൽ അക്ഷരജ്ഞാനം കൊണ്ട് ഉൾക്കരുത്ത് നേടാൻ ആശ്രാന്ത പരിശ്രമത്തിന് തുടക്കമിട്ട കേരളീയ മുസ്ലിം ജനതയ്ക്ക് ആകാംക്ഷയുടെ ഉൾക്കിരണങ്ങൾ പകർന്നേകി കാലത്തിന്റെ കാലച്ചുകളെ കാലേക്കൊട്ടി കണ്ടെറിഞ്ഞ ക്രാന്തദർശിയായ മഹാപണ്ഡിതൻ കെ കെ ഹസറത്തിന്റെ തിരുവനങ്ങളാൽ അസ്ഥിവാരമിട്ട് വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ വിശുദ്ധവടികൾ പണ്ഡിതരുടെ പതിറ്റാണ്ട് പിന്നിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന മർക്കസിന്റെ മക്കൾ പെട്ടമ്മയുടെ മടിത്തട്ടിൽ തലചായ്ച്ചുറങ്ങാൻ വെമ്പൽ കൊള്ളുന്ന പിഞ്ചുകുഞ്ഞിന്റെ ഹൃദയമടിപ്പോടെ മർക്കസിന്റെ തിരുമുറ്റത്ത് സംഗമിക്കുമ്പോൾ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാം മർക്കസിയർ എന്ന ശിഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാലത്തിന്റെ കാലച്ചുകൾക്ക് കാലികതയുടെ കണ്ടെത്തലായി അക്ഷരജ്ഞാനത്തിന്റെ സാക്ഷരവടിയിലേക്ക് സമന്വയ വിദ്യാഭ്യാസത്തിന്റെ നെറുനാളുമായി ഉത്തരാധുനികതയോട് സംഭവിക്കുന്ന ജ്ഞാനസാധ്യയുടെ സൃഷ്ടിപ്പിനായി 45ഓളം മതകലാലയങ്ങളുടെ കൂട്ടായ്മ വാഫി സംവിധാനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന CIC കോർഡിനേഷന്റെ ബഹുമാനനായ കോർഡിനേറ്റർ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈലി ആദർശരി അവരുടെ സാദരം സബലയം അധ്യക്ഷന്റെ അനുമതിയോടെ പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا محمد وآله وصحبه أجمعين وبعد. ആദരണീയരായ അധ്യക്ഷൻ ബാഫക്കി തങ്ങൾ അവരുടെ പൗത്രൻ ആദരണീയരായ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ആദരണീയായ സെക്രട്ടറി ഹംസക്കുട്ടി ഉസ്താദ്, മമ്മിക്കുട്ടി ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, നേതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വികാരങ്ങളുടെ സന്ദർഭങ്ങളാണ്. ആ വികാരങ്ങൾക്കൊത്ത് പുറത്ത് മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പറയാനുണ്ട്. കരീം പാട്ടുപാടിയപ്പോ നമ്മളൊക്കെ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോവുകയായിരുന്നു. പണ്ട് നമ്മൾ ധാരാളം കേട്ട ഗീതങ്ങൾ, സംഗീതങ്ങൾ, ഇത് ഒരു വലിയ കലാലയമാണ്. കലയുടെ എല്ലാ മുഖങ്ങൾക്കും വലിയ പ്രാമുഖ്യം കിട്ടിയ ഓർമ്മകളുടെ ക്യാമ്പസാണത്. ഈ ക്യാമ്പസിൽ നമ്മൾ 1-2 വിഭാഗങ്ങൾ വളരെ പ്രധാനരാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാരണം വ്യക്തമാണ് ഉത്തരം. അതൊരു ആദ്യ പ്രണയമാണ്. പ്രണയത്തിന്റെ ആദ്യം ധാരാളം കണ്ടവരാണ് ഞങ്ങൾ. കരച്ചിലും പിരിച്ചിലുമൊക്കെ. അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ചിടത്തോളം ഇതൊരു ആദ്യ പ്രണയത്തിന്റെ ബന്ധമാണെങ്കിൽ ഇഷ്ടമില്ലാത്ത പെണ്ണിനെ, ഇഷ്ടമില്ലാത്ത ആണിനെ ഇഷ്ടമില്ലാതെ
ഇരിക്കുമ്പോഴും പിന്നെ രൂപപ്പെടുന്ന പ്രണയം, ആദ്യ പ്രണയം, അതിന്റെ ഈട് ഭൂമിയിലും ആകാശത്തിലുമുള്ളവർക്ക് ത്തോടുള്ളത് മാനസികമായ സ്ഥാപനത്തിലാണ്. ഒരു വാങ്ങിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതമാണ്. ജീവിതത്തിന്റെ ആകത്തിന്റെ ഓർമ്മകളും അറുത്തുമാറ്റാൻ പറ്റാത്ത വിധം നമ്മളൊക്കെ ഇഴുകിച്ചേർന്ന് കൂടിക്കഴിയുകയാണ്. കബാലയം കേൾക്കുമ്പോ, അതുപോലെ അനേകം പാട്ടുകൾ കേൾക്കുമ്പോ നമ്മൾ ആ ഓർമ്മയുടെ പഴയ കാലത്തേക്ക് തിരിച്ചു പോവുകയാണ്. അംജദ് ഈ കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. യാ റസൂൽ അമീൻ എന്ന് അംജദ് പാടുമ്പോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് വരികൾ പാടുമ്പോ, മദീന ഇല്ലെങ്കിൽ എന്ന പാട്ട് കേൾക്കുമ്പോ ഒക്കെ നമ്മൾ ഒരുപാട് കരഞ്ഞുപോയിട്ടുണ്ട്, ഒരുപാട് നിർവൃത്തി കൊണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഐഹികമായ ഈ ജീവിതത്തിന്റെ ഒപ്പമുള്ള ഓട്ടത്തിൽ നമ്മൾ ചാർജ് നഷ്ടപ്പെടുമ്പോ റബീഉൽ അവ്വലിൽ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മുറ്റത്ത് നീണ്ടു നിൽക്കുന്ന മർക്കസിന്റെ ഫെസ്റ്റ്, ആ ഫെസ്റ്റിൽ വിനീതനായ ഞാൻ ഒരു പരിപാടിയും ഒഴിവാക്കാതെ ആരോഗ്യം അനുവദിക്കുന്നത്ര കേട്ടിരുന്ന സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നയാളാണ്. അന്ന് കേട്ട ഒരുപാട് പാട്ടുകളും ഒരുപാട് കലാപരിപാടികളും ഉസ്മാൻ ഇരിങ്ങാട്ടിയുടെ സൃഷ്ടികൾ, നേരത്തെ ഇവിടെ ഓർക്കപ്പെട്ട താജുദ്ദീന്റെ സൃഷ്ടികൾ, അതൊക്കെ കേട്ട് നമ്മൾ ഒരുപാട് പാടി, ഒരുപാട് കരഞ്ഞു, ഒരുപാട് ആസ്വദിച്ചു. നമ്മുടെ നഷ്ടപ്പെട്ട ഈമാൻ ഒരുപാട് റീചാർജ് ചെയ്തു. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുടെ കേന്ദ്രമാണ് ഈ മർക്കസ്. ഈ മർക്കസിന്റെ ജീവിതത്തിൽ ഈ ഇരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അനുഭൂതിയും വല്ലാത്ത ഗൃഹാതുര സ്മരണകളുമാണ് അവർക്ക് ഓർത്തെടുക്കാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ സ്വന്തം നിമിഷങ്ങളാണ്, ഞങ്ങളുടെ സ്വന്തം സമയങ്ങളാണ്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആദരിക്കപ്പെടേണ്ട ആളുകളുണ്ട്, അവസരം നൽകപ്പെടേണ്ട ആളുകളുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഇനിയും ഒരുപാട് അവസരം കിട്ടേണ്ടതാണ്. സദസ്സിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് വാചാലമായി സംസാരിക്കാൻ വല്ലാത്ത തീക്ഷണമായ ആഗ്രഹവും വികാരവുമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. തങ്ങളവർക്ക് ഒരുപാട് ധൃതിയുള്ളത് കൊണ്ട്, നിർവാഹമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ ആദ്യ പ്രണയത്തിന്റെ ആ പ്രണയബദ്ധരായിട്ടുള്ള സഹോദരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ ഒരു നിലക്കും സാധ്യമല്ല. ഗുരുജനങ്ങളെ മാറ്റി നിർത്താൻ സാധ്യമല്ല. ഗുരുജനങ്ങളുണ്ട്, ചില ഗുരുജനങ്ങൾ, അവരുടെ ചില സമീപനങ്ങൾ, അവരുടെ ചില വാക്കുകളും നോക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തെ ആകമാനം ഇളക്കിമറിക്കുകയും സ്വാധീനിക്കുകയും പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ആ സ്മരണയും ആ സ്മരണകൾ ഉണർത്തുന്ന ചിന്തകളും ആ സ്മരണകൾ ഉണ്ടാക്കിയിട്ടുള്ള ആദർശങ്ങളും നിലപാടുകളും പിന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി കളയാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അങ്ങനെയുള്ള അനേകം ഓർമ്മകളാണ് ഇവിടെയുള്ളത്. അതാണ് ഇവിടെ പലരും ഓർത്തത്. പണ്ടെന്നോ ഇവിടെ പള്ളിയിൽ നിന്ന് കേട്ട പ്രസംഗം, ഇവിടെ മദ്രസ ക്ലാസുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങൾ, ആ ഉപദേശത്തിന്റെ ബലത്തിലാണ് പലരും ഇന്ന് അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 വഖത്ത് നമസ്കാരം മുറ തെറ്റാതെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, ധാർമ്മിക പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ സ്ഥാപനത്തിന്റെ സംഭാവനയാണ്, ഈ സ്ഥാപനത്തിന്റെ സൃഷ്ടിയാണ്. അങ്ങനെയുണ്ട് കുറെ ഗുരുജനങ്ങൾ. ആ ഗുരുജനങ്ങളെ നമുക്ക് ഓർക്കാൻ സാധ്യമല്ല. കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ഒരുപാട് വാചാലമായി സംസാരിക്കുന്നയാളല്ല. പക്ഷേ ജീവിതത്തിൽ തെളിച്ചമാകുന്ന വെളിച്ചമാകുന്ന ചെറിയ ചെറിയ വാക്കുകൾ അദ്ദേഹം പറയുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, അറബി കോളേജിലെ കുട്ടികൾ ഒരിക്കൽ കുട്ടി ഉസ്താദിന്റെ പ്രസ്താവനകൾ മാത്രം ഒരു ലേഖനത്തിൽ, ഒരു സൃഷ്ടിയിൽ ക്രോഡീകരിക്കുകയുണ്ടായി. മഹാന്മാരുടെ ആപ്തവാക്യങ്ങൾ പോലെ. അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ, അവർ കാണാൻ ചൊറുക്കുള്ളവരല്ല, അവർ ആഘോഷിക്കപ്പെടുന്നവരല്ല. പക്ഷേ അവർ കുട്ടികളുടെ ഒപ്പമിരിക്കുമ്പോൾ അവർ കൊടുക്കുകയാണ്, ചിന്ത കൊടുക്കുകയാണ്, ഭാവിക്ക് വേണ്ട കരുത്ത് നൽകുകയാണ്, വളമിട്ട് കൊടുക്കുകയാണ്, നനച്ചു കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ ഉസ്താദന്മാർ ഞാൻ ഓർക്കുകയാണ്. എന്റെ ഒരു ഗുരുവര്യനുണ്ട്, കരിങ്കപ്പാറ ഉസ്താദ് എന്ന് പറയുന്ന മഹാനായ ഗുരു. അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ കാണാൻ വന്നു ചില ആളുകൾ. അവരോട് സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല, അവരെ കാണാൻ പാടുണ്ടായിരുന്നില്ല, അവരെ അഭിവാദ്യം ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഉസ്താദ് എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് ഞങ്ങൾ അകലെ മാറി നിന്ന് നോക്കുകയാണ്. അവർ ഏതൊരു മനുഷ്യനെയും സ്വീകരിക്കും പോലെ അദ്ദേഹം അവരെ സ്വീകരിക്കുകയും ഉപചാര മര്യാദകൾ
നടത്തി പിരിച്ചുവിടുകയും ചെയ്തു. അന്ന് മനസ്സിലൊരു ചിന്തയുണ്ടായി. ആ ചിന്തയാണ് പിന്നീട് ഇവിടെ ഈ പറയപ്പെടുന്ന മഹത്തരമായ പ്രവർത്തനങ്ങളുടെയൊക്കെ കൂടെ നിൽക്കാൻ വിനീതനായ എന്നെ മാനസികമായി തയ്യാറാക്കുന്നത്. വിശാലമായ ചിന്ത, കാര്യങ്ങളെ തുറന്നു കാണാനുള്ള ഒരു സമീപന രീതി, അതൊക്കെ ഉണ്ടാകുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ ചില ഗുരുവര്യന്മാരുടെ നിലപാടുകൾ കൊണ്ടാണ്, അവരുടെ ചില വർത്തമാനങ്ങൾ കൊണ്ട്, അവരുടെ ചില അസംബ്ലി കൊണ്ട് മാത്രമല്ല, അവർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ. ആ നിലപാടുകൾ പലപ്പോഴും അങ്ങേയറ്റം പ്രാധാന്യമുള്ളതായി തീരാറുണ്ട്. നമ്മൾ ഈ സ്ഥാപനവുമായി ഒത്തുനിൽക്കുന്നു. ഈ സ്ഥാപനവുമായി നമുക്ക് വല്ലാത്തൊരു ബന്ധമാണ്, ഒരു പൊക്കിൾക്കൊടി ബന്ധമാണ്. ചില കാര്യങ്ങൾക്ക് ന്യായം ഉണ്ടാവില്ല. എന്താ മർക്കസിനോട് ഇത്ര ബന്ധം? ഒരു ന്യായമില്ല. അതിന് 2 × 2 4 എന്ന രീതിയിൽ അർത്ഥം പറയാൻ സാധ്യമല്ല. ഈ ഇരിക്കുന്ന മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവർകൾ, മഹാനവർകൾ ഒരുപാട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും ഞങ്ങളെയൊക്കെ കാണുമ്പോഴും നിങ്ങളെയൊക്കെ കാണുമ്പോഴും മർക്കസിനെ ഓർക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യമാണ്, വല്ലാത്ത തീക്ഷ്ണമായ വികാരമാണ്. എന്തുകൊണ്ടാണ്? അതിനൊന്നൊരു ന്യായമല്ല. ഒരു സാധാരണ സ്കൂൾ, ഒരു സാധാരണ മദ്രസ. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് അവന്റെ വിദ്യാർത്ഥിത്വത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്, ആദ്യ പ്രണയം എന്ന് പറയുന്നത്. അതാണ് ഈ സ്ഥാപനത്തിന്റെ വികാരം. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നീട്ടിപ്പരച്ച് പറയാനുണ്ട്. സെക്രട്ടറി കുറച്ചു ഭാഗം പറഞ്ഞു, ഒരുപാട് ഞങ്ങൾക്കൊക്കെ പറയാനുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയുകയാണ്. നിങ്ങളേറെ സ്നേഹിച്ച സ്ഥാപനം, നിങ്ങൾക്കൊരുപാട് സ്നേഹം തന്ന സ്ഥാപനം, നിങ്ങൾക്കൊരുപാട് ഒരു ശകാരങ്ങളുടെയും പ്രഹരങ്ങളുടെയും രീതിയിൽ നിങ്ങൾക്കൊരുപാട് സ്നേഹം തന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തിനിപ്പോൾ വാർദ്ധക്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിലാണ്. ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ ആരോഗ്യമുള്ളപ്പോ നമ്മൾ അവരെ വല്ലാതെ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അവർ സ്വയം പര്യാപ്തരായി വേണ്ടതൊക്കെ ചെയ്തുകൊള്ളും. ഇപ്പോൾ ഈ സ്ഥാപനം എഞ്ചിനീയറിംഗിന്റെ നിയമമനുസരിച്ച് വാർദ്ധക്യത്തിലാണ്. മറ്റു പല ഭൗതികമായ സാഹചര്യങ്ങളുടെ കാര്യത്തിലും വാർദ്ധക്യത്തിലാണ്. ഈ വാർദ്ധക്യത്തിന്റെ ഈ ഘട്ടത്തിൽ മക്കളായ നിങ്ങളെ സ്ഥാപനം വിളിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഉപ്പായുടെ അടുത്ത്, ഉമ്മായുടെ അടുത്ത് നിങ്ങൾ ഉണ്ടാകണം. ഇപ്പോ അവർ കുറച്ച് ക്ഷീണത്തിലാണ്. ഇപ്പോഴാണ് നിങ്ങളുടെ പരിചരണം ഈ സ്ഥാപനത്തിന് ആവശ്യം. അത് മക്കളായ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാ, സ്ഥാപനം ഇപ്പോ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണുകയാണ്. സെക്രട്ടറി അവരുടെ പ്രസംഗത്തിൽ നിങ്ങളതൊക്കെ മനസ്സിലാക്കി. സ്ഥാപനത്തിന്റെ പ്രശസ്തി ലോകത്തിന്റെ ദിക്കുകളിലൊക്കെ പരന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് വലുതാക്കി പറയുമെന്ന് കൂട്ടുക. 10-45 കോളേജുകളുടെ കൂട്ടായ്മ, അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയുമായി അക്കാദമിക് സഹകരണത്തിനുള്ള ധാരണ, കൈറോ യൂണിവേഴ്സിറ്റിയുമായി ധാരണ, അൽ-അസ്ഹർ അലൂമിനിയുമായി ധാരണ, ഈജിപ്ത് മന്ത്രാലയവുമായി ധാരണ, അങ്ങനെ അനേകം എംഒയുകളും ധാരണകളും ഒപ്പുവെച്ച് വലിയ രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഞാൻ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗിന്റെ നിയമമനുസരിച്ച് സ്ഥാപനത്തിന് വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ബാധ്യതകൾ സ്ഥാപനത്തിനുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്തെങ്കിലും വലിയ സഹായത്തിന്റെ അല്ലെങ്കിൽ ഒരു പിരിവിന്റെ ലക്ഷ്യം ഈ പരിപാടിക്കില്ല. ഈ പരിപാടിയുടെ ലക്ഷ്യം തീർച്ചയായും പച്ചയായി തന്നെ പറയാം, നിങ്ങളൊക്കെ ഈ സ്ഥാപനത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളെപ്പോലെ ഇനിയും ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിനുണ്ട്. ഒരുപാട് മക്കളുണ്ട്. പലർക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അവർ വരാനിരിക്കുകയാണ്. പലരും ലീവിന് അപേക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവരും ചെന്ന് ഊഴമനുസരിച്ച് സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഉപ്പാക്ക്, സുഖമില്ലാത്ത ഉപ്പാക്ക് കൂട്ടുനിൽക്കട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. 2-3 കോടികളുടെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതു കോളേജിന് സ്വന്തം ബിൽഡിംഗ്, ഓഡിറ്റോറിയം സ്വന്തമായി നമ്മളിങ്ങനെ കെട്ടിയുണ്ടാക്കേണ്ടി വന്നു. അടുത്ത പ്രാവശ്യം നിങ്ങൾ കൂടുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടാവുകയില്ല. ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ ബിൽഡിംഗ്, PG ബ്ലോക്ക്, അങ്ങനെ പല വികസനങ്ങളും കോടികളുടെ പരിപാടികളോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ വിരമിക്കുകയാണ്. ഈ സ്ഥാപനം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഞങ്ങൾ 100 ആളുകളിൽ ഒതുങ്ങിയ ഒരു അറബി കോളേജും മറ്റുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഗൾഫിലുള്ള സുഹൃത്തുക്കൾ അതിന് വേണ്ടതൊക്കെ ചെയ്തിരുന്നു. ഗൾഫ് ക്ഷീണിച്ചു. എന്നാൽ ഗൾഫ് ക്ഷീണിക്കുന്നതിന് മുമ്പ് ഒരു 5-6 കൊല്ലം ഒരു അറബി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് സ്വന്തമായി അയാൾ നടത്താൻ തുടങ്ങി. പിന്നെയാണ് ഗൾഫ് ക്ഷീണിക്കുന്നത്. അപ്പോഴത്തേക്ക് സഹായമുള്ള സമയത്ത്, പിന്തുണയുള്ള സമയത്ത് സ്ഥാപിച്ച കാര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങളാണല്ലോ.
അതെല്ലാം ഒറ്റയടിക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റാതെ വന്നു, തുടരാനും പറ്റാതെ വന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ ഇതിന്റെ ഭരണസാരഥ്യം വഹിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. അൽഹംദുലില്ലാഹ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കവി പറഞ്ഞതുപോലെ അന്നീരായ ഞാനുണ്ട് സ്ഥാപനത്തിനെന്ന് നിങ്ങളൊക്കെ ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പറയാതിരിക്കണ്ട, നിങ്ങൾ വാട്സപ്പിലൂടെയും ആധുനിക മീഡിയകളിലൂടെയും ഒക്കെ എന്താ മർക്കസിന് ഉപ്പാക്കന്തയെ പറ്റി എന്ന അർത്ഥത്തിൽ നിങ്ങളൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോ ഒരുപാട് ബാച്ചുകൾ അവിടെ സ്വന്തമായി അവരുടെ ഇഷ്ടത്തിന് വന്നുകൂടി എന്തു വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിന് ഇനി മതി, നിങ്ങളുണ്ടായാൽ മതി. ഈ സ്ഥാപനത്തിന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ പിന്തുണയും ധാർമ്മികമായ പിന്തുണ മതി. വലിയ വേറുള്ള സ്ഥാപനമാണത്. സൗദി ചെന്നപ്പോൾ എല്ലായിടത്തും മർക്കത്തിന് ആൾക്കാരുണ്ട്, UAE ചെന്നാലും എവിടെ ചെന്നാലും സ്ഥാപനത്തിന് ആളുകളുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. റമദാനിന്റെ മുഖത്താണ്. നിങ്ങൾക്കൊരു ഓഫീസ് ഇവിടെ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും വരാം, എപ്പോഴും വിശ്രമിക്കാം, നിങ്ങൾക്ക് സൗകര്യപൂർവ്വം താമസിക്കാം. അതിനൊക്കെയുള്ള നയപരമായ സമീപനങ്ങൾ ഇപ്പോൾ വിശാലമായി ചിന്തിക്കുന്ന ഈ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു. ഇനി നമുക്ക് റമദാനൊക്കെ വരുമ്പോ വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 500-600ഓളം വിദ്യാർത്ഥികളുണ്ട്. പഴയ കാലമല്ല, SSLC നല്ല മാർക്കോടുകൂടി പാസ്സായ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ ഫുൾ A+ ഉള്ള കുട്ടികൾ കാത്തു നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന് ഉറങ്ങാൻ സുഖമില്ല, വിളി വന്നുകൊണ്ടിരിക്കുകയാണ് പറയപ്പെട്ടതുപോലെ. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥയും പരിണമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. പണ്ടത്തെ കാര്യങ്ങളില്ല, പുതിയ കാര്യങ്ങളാണ്. പുതിയ കാലത്ത് ഇസ്ലാമിനും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനും ഒരുപാട് പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളവരും ഇല്ലാത്തവരും ബുദ്ധിയുണ്ടെങ്കിൽ ഇസ്ലാം പഠിക്കാൻ തെരഞ്ഞെടുക്കാൻ നിശ്ചയിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാലമായി തീർന്നിരിക്കുകയാണ്. ഈ കാലത്ത് നമ്മൾ ഈ കാലത്തിന്റെ ഒപ്പം നിന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന, ലോകത്തോളം പടർന്ന് വികസിച്ചു നിൽക്കുന്ന ഈ വ്യവസ്ഥിതിയെ മുന്നോട്ട് നയിക്കാൻ, നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥമാണ്. ആ ബാധ്യത നിങ്ങൾ നിർവഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും വലിയ ഉത്തരവാദിത്വത്തിലാണ്. ചെറിയ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യ കക്ഷികൾ രക്ഷിതാക്കളാണല്ലോ. രക്ഷിതാക്കളെ വിളിച്ചു, വിഷയം പറഞ്ഞു, പകുതിയിലേറെ ബാധ്യതകൾ അവർ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഉള്ളവരും ഇല്ലാത്തവരും പഠിക്കുന്ന കാലമാണിത്. ഇല്ലാത്തവർ മാത്രം ദീൻ പഠിക്കാൻ വരുന്ന കാലമൊക്കെ പോയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ തയ്യാറായിട്ടുണ്ട്, നിങ്ങൾ പലരും തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നമ്മളൊക്കെ ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഒരുമിച്ച് ഉത്തരവാദിത്തത്തിൽ പുതിയ മീഡിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, അലുമിനി എന്ന് പറയുന്നത്, പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അതിന്റെ അസറ്റാണ്, ഇതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ മൂലധനമാണ്. നമുക്കറിയാം, കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പല വിദ്യാലയങ്ങളും ഇപ്പോഴും അവരുടെ അലുമിനികൾ കൃത്യമായി വിളിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും വലിയ പദ്ധതികൾ അവർക്ക് മുന്നിൽ വെച്ചുകൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഇവിടുത്തെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് രംഗത്തും വ്യവസായ രംഗത്തുമൊക്കെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ സന്തതിയാണ്, ഞങ്ങളുടെ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് സ്ഥാപനങ്ങൾ അഭിമാനം കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏറെ അഭിമാനിക്കാനുള്ള ഒരുപാട് സാധനമുണ്ട്. PhD-കാർ അനേകമുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പർമാര്, ഹൈക്കോടതി വക്കീലന്മാര് തുടങ്ങിയിട്ട് ഒരുപാട് വിശ്വഗ്രന്മാര്, ഡോക്ടർമാര്, നിയമജ്ഞന്മാര്, വലിയ വ്യവസായികൾ, പത്രപ്രവർത്തകര്, രാഷ്ട്രീയക്കാര് ഒക്കെയുള്ള ഒരു വലിയ സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ ഗൃഹാതുര സ്മരണകൾ പുതുക്കാൻ, കൂടിയിരിക്കാൻ ഒരു ഇടം വേണം. ഇവിടെ ഒരു സഹായം വേണ്ടെങ്കിൽ നിങ്ങൾക്കത് നടക്കേണ്ടതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ കാര്യത്തിനാണ്. ഒരിക്കൽ ഗൾഫിൽ ചെന്നപ്പോൾ അവിടെ കൂടാൻ പാടില്ലെങ്കിലും അവർ ഹോട്ടലിൽ യോഗം വിളിച്ചു, അലുമിനിയാണെന്ന് പറഞ്ഞിട്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ കൂടുക എന്ന് പറയുന്നത് ആർക്കും തടുക്കാൻ പറ്റാത്ത, ആരും വൈകാരികമായി ആ വൈകാരികതയെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു. അങ്ങനെയുള്ള ഒരു അലുമിനിയാണിത്. ഈ അലുമിനി ഇവിടെ രൂപപ്പെടണം. ഇതിന്റെ ഒരു പ്രാഥമികമായ രൂപമാണ്. വിശാലമായ അലുമിനി വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകർ വളരെ വൈകാരികരാണ്. ഒരു പക്ഷേ ആനുപാതികമായി നോക്കുകയാണെങ്കിൽ കൂടിയ നിങ്ങളെക്കാൾ ആനുപാതികമായി നോക്കുമ്പോൾ അധ്യാപകർ ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പൊ അധ്യാപകരും നിങ്ങളും നമ്മളെല്ലാവരും ചേർന്ന് ഇത് ഒരു വലിയ കുടുംബമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കണം. ഇവിടുത്തെ ഹൈസ്കൂള് നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ അതേ ഇൻഫ്രാസ്ട്രക്ചറിൽ, ആ കോലത്തിൽ തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. ഇതൊക്കെ പുതുക്കേണ്ടതുണ്ട്. ഇതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് പുതിയത് ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു ഇന്റർനാഷണൽ സ്കൂളിനെ കുറിച്ച് ഇവിടെ പറയപ്പെട്ടു. ഞങ്ങളും വാഫി ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാഫി എന്ന് പറയുന്നത് മർക്കസിന്റെ സ്വന്തമാണ്, മർക്കസിന്റെ രക്തമാണ്, മജ്ജയാണത്. അതിന്റെ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന പുതിയ വേർഷൻ
അത് ഇവിടെ രൂപപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ അത് ഏറ്റെടുക്കണം. എന്തായിരിക്കും വാപ്പി ഇന്റർനാഷണൽ സ്കൂൾ? ഈ സ്കൂളിൽ ഈ കെട്ടിടം, ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നവീകരിച്ച് അടിച്ചു പൊളിച്ച് പുതുക്കി ഉണ്ടാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒന്നാക്കി ഇതിനെ മാറ്റണം. അങ്ങനെ വരുമ്പോൾ ഇതിന് മാർക്കറ്റ് ഉണ്ടാകും. നിങ്ങളിപ്പോ ഓർക്കുകയാണ് എന്താണ് പഴയ മാതിരി ഇതിന് പ്രതാപമില്ലാത്തത് എന്ന്. പഴയ മാതിരിയുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അടിസ്ഥാന സൗകര്യമൊന്നും പോരാ ഇന്നത്തെ കാലത്തിൽ. ഇന്നത്തെ കാലത്ത് വലിയ ഉയർന്ന സൗകര്യങ്ങൾ വേണം. ഒരു വേള അതൊക്കെ വളരെയധികം നവീകരിച്ച് ശീതീകരിച്ച് ഉയർന്ന സൗകര്യമുള്ളതാക്കി തീർത്ത് ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യണം. ഇവിടെ ഒരുപാട് അധ്യാപകരുണ്ട്. അധ്യാപകർക്ക് താമസിക്കാൻ, കുടുംബസമേതം താമസിക്കാൻ സൗകര്യമില്ല. അബ്ദുള്ള കുട്ടി പൈസ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ എല്ലാമായിരുന്നു. പക്ഷെ ഒന്ന് വീട്ടിൽ പോകണമെങ്കിൽ ഒന്ന് വിശ്രമിക്കാൻ ഇവിടെ സ്ഥലമില്ല. കുടുംബത്തിന് ഇങ്ങോട്ട് വരാൻ സൗകര്യമില്ല. എല്ലാ വലിയ സ്ഥാപനങ്ങളും ചെയ്യുന്നത് അവരുടെ അധ്യാപകർക്ക്, വിശിഷ്യ വളരെയേറെ ആവശ്യമുള്ള അധ്യാപകരെ ഒപ്പം നിർത്താൻ വേണ്ടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, കുടുംബസമേതം താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന രീതിയാണ്. അങ്ങനെയൊക്കെയുള്ള പരിഷ്കൃത രീതിയിലേക്ക് ഈ സ്ഥാപനം ഉയരണം. അതിനൊക്കെ നിങ്ങൾ കൂടെ നിൽക്കണം. നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും ഭാവനയും ഈ സ്ഥാപനത്തിന് ഒരുപാട് കിട്ടണം. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഇത് സ്ഥാപിച്ച ആളുകൾ, ഇത് സ്വപ്നം കണ്ട ആളുകൾ, ഇവരൊക്കെ തന്നെയാണത്. അവർ ഒരുപാട് സ്വപ്നം കണ്ടു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇവർക്ക് ശേഷം ഇതിന്റെ തുടർച്ച ആരേറ്റെടുക്കണം? ഇതിന്റെ തുടർച്ച ആരേറ്റെടുക്കണം? അത് കമ്മിറ്റിക്കാരും നേതാക്കളും മക്കളും കേൾക്കണം. ഇതിന്റെ തുടർച്ച ആരേറ്റെടുക്കണം? മക്കൾ ഏറ്റെടുക്കണം. അന്യരേറ്റെടുക്കാൻ പാടില്ലല്ലോ. ആരാണ് ഈ സ്ഥാപനത്തിന്റെ മക്കൾ? ഈ സ്ഥാപനം ഒരു കൂട്ടർ സ്വപ്നം കണ്ടു കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് മാത്രം അമ്മതാക്കി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ. അവർ ത്യാഗം ചെയ്ത് ഈ സ്ഥാപനമുണ്ടാക്കി. ഈ സ്ഥാപനത്തിന് ഒരുപാട് മക്കളുണ്ടായി. ഈ സ്ഥാപനത്തിൽ, ഈ തറവാട്ടിൽ പറഞ്ഞ മക്കൾക്കല്ല ഇതിന്റെ പിന്തുടർച്ച കിട്ടേണ്ടത്. അതുകൊണ്ട് ഇവർക്ക് ശേഷം ഈ സ്ഥാപനത്തിന്റെ മക്കൾ രംഗത്ത് വരണം. തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥാപനത്തിന്റെ മുൻനിരയിൽ വരണം. മക്കൾ വരണം. ഈ സ്ഥാപനം കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, മുസ്ലിം ലോകത്തിന് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം അങ്ങനെ വരണ്ട് ഇല്ലാതെയായി പോകാൻ പാടില്ല. ഭാവനാപൂർണമായ ഒരു വിദ്യാഭ്യാസ ഭാവി ഈ സ്ഥാപനത്തിനുണ്ടാകണം. അതിന് മലേഷ്യയിൽ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകൾ, തങ്ങൾ പോലുള്ള ആളുകൾ, കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകൾ, ഇവിടെ തന്നെ വലിയ വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ, സെനറ്റുകളിലും സിൻഡിക്കേറ്റിലും ഒക്കെ ഉള്ള ആളുകൾ, അവരൊക്കെ ഉണ്ടാകുമ്പോ ഇവർ ചെയ്തവർ ചെയ്തു, ഇവർക്ക് ശേഷം അവരിത് ഏറ്റെടുക്കട്ടെ, അവരത് ഏറ്റെടുക്കണം. ഇതാണ് എന്റെ ആഗ്രഹം. ആ ആഗ്രഹം വളരെ വിനീതമായി ഈ സദസ്സിന്റെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്, സെക്രട്ടറി പോലുള്ള വലിയ ആളുകളെ സാക്ഷിയാക്കി. അങ്ങനെ നമുക്കിവിടെ ഇതിനൊരു തുടർച്ചയുണ്ടാക്കണം. ഒരുപാട് വലിയ സാധ്യത. കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് ക്യാമ്പസാണിത്. ഈ ക്യാമ്പസിന്റെ സാധ്യതകൾ നമ്മൾ മറന്നുകൂടാ. ഈ സ്ഥാപനം സെക്രട്ടറി പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയാക്കി നമുക്ക് ഉയർത്തണം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഒരു ഭാഗത്തു നിന്ന് നവീകരിച്ച് സ്വപ്നം കണ്ട് ഒരുപാട് വലിയ ഉയർച്ചകൾ ഈ സ്ഥാപനത്തിനുണ്ടാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. റമളാന്റെ സമയമാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളെ ആരെയും സംബന്ധിച്ചിടത്തോളം, ഞാനതിന്റെ സത്യാവസ്ഥ പറഞ്ഞല്ലോ. പറയുന്നതിൽ ഒരു ലജ്ജയും തോന്നുന്നില്ല. നിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് വലിയ കാര്യങ്ങൾ പറയാനാണ്. പക്ഷെ റമളാനിന്റെ മുഖത്തായതുകൊണ്ട് ഞാൻ പറയുകയാണ്. പത്രത്തിൽ ഇൻഷാ അല്ലാഹ് ഒന്നിലധികം തവണ പരസ്യം വരാൻ പോവുകയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടക്കുന്നത് സക്കാത്ത്, ദാനധർമ്മങ്ങൾ മുഖേനയാണ്. സക്കാത്തും ദാനധർമ്മം ഇൻവൈറ്റ് ചെയ്യാൻ, അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് കുറച്ചിലൊന്നുമല്ല. സക്കാത്തും ദാനധർമ്മങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തു ഒഴിവാക്കേണ്ടതാണ്. അത് നമ്മുടേതല്ല, അത് അതിന്റെ അവകാശികളുടേതാണ്. ആ ഒരു കാഴ്ചപ്പാടിലല്ലേ നമ്മളുള്ളത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പകുതിയിലേറെ കുട്ടികളുടെ ബാധ്യത രക്ഷിതാക്കൾ ഏറ്റെടുത്തെങ്കിൽ ഒരു പകുതിയിൽ താഴെ കുട്ടികൾ സക്കാത്തിനും ദാനധർമ്മങ്ങൾക്കും അർഹരാണ്. അവർക്ക് ബുദ്ധിയുണ്ട്. ബുദ്ധിയുള്ളതുകൊണ്ട് അവർ ഇവിടെ സ്ഥാനം നേടി, അവർ അർഹത നേടിയിരിക്കുകയാണ്. ഈ ആളുകളെ ഉൾക്കൊള്ളാൻ അവർക്ക് തികച്ചും തീർച്ചയായും അവകാശപ്പെട്ടതാണ് സക്കാത്തും ദാനധർമ്മങ്ങളും. ഈ സക്കാത്തും ദാനധർമ്മങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ടാകും. നിങ്ങൾ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. നിങ്ങൾക്ക് ഒരുപാടുകളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. സക്കാത്ത്, സെക്രട്ടറി, കുട്ടി ഉസ്താദ്, മറ്റു ഉസ്താദന്മാര്, അവരെ ആരെങ്കിലും നിങ്ങൾ ഏൽപ്പിക്കുക. കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റൂല, മസല പ്രശ്നം വരും. കമ്മിറ്റിക്ക് കൊടുക്കണ്ട, കുട്ടി ഉസ്താദിനെ ഏൽപ്പിച്ചോളി, ഒന്നാമത്തെ തങ്ങളെ ഏൽപ്പിച്ചോളി, മുനവർ തങ്ങളെ ഏൽപ്പിച്ചോളി, ഇവരാരെങ്കിലും ഏൽപ്പിച്ചോളി. അങ്ങനെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കണം.
ലണ്ടനിൽ നിന്ന് രുജുവും മറ്റും വന്നപ്പോ പറഞ്ഞു, കടത്തിനെ പറ്റി പറഞ്ഞപ്പോ എന്താ ഉസ്താദേ അപ്പൊ അതിനൊക്കെ പ്രശ്നമുള്ളത്? 1 ലക്ഷം വീതം ഒരു 100 ആളെടുത്താൽ അത് അങ്ങോട്ട് തീരൂലേ? 2000-3000 വിദ്യാർത്ഥികളില്ല ഇവിടെ. നല്ല കാര്യങ്ങൾ ചെയ്ത് കടപ്പെട്ടിരിക്കുകയാണ്. ഒരു 3/4 കോടിയോളം കടത്തിലാണ്. ഇതൊന്നും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു വേണ്ടത് ചെയ്യാൻ. നമ്മുടെ മുമ്പിലുള്ള പ്രധാന അജണ്ട അതൊന്നുമല്ല. നിങ്ങളുടെ ഒരു കൂട്ടായ്മ, വളരെ കൃത്യമായിട്ടുള്ള വളരെയധികം വേരുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകണം. അങ്ങനെ ഈ സ്ഥാപനത്തിന് അഭിമാനിക്കാൻ വലിയ ഒരു അരുണ്യ വ്യൂഹം, ഒരു സേന തന്നെ ഉണ്ടാകണം. അവർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റണം. അവർ അടുത്ത ഭാവിയിൽ ഈ സ്ഥാപനത്തിന്റെ എല്ലാ ബോഡികളിലും വന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും മിങ്കിൾ ചെയ്ത് ഇഴുകിച്ചേർന്ന് ഈ സ്ഥാപനത്തെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് നയിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്രയും കാര്യമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എനിക്കൊരുപാട് പറയാനുണ്ടെങ്കിലും തങ്ങളെ ഇരുത്തി തങ്ങളുടെ സമയം കവർന്ന് പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുട്ടിസാദ് പറയുന്നത് ഇന്നത്തെ ചെലവിന്റെ കാര്യം എന്നാ. ഞാനത് പറയില്ല. കുട്ടിസാദ് പറഞ്ഞാലും ഞാനത് പറയില്ല. നിങ്ങൾ അത് നൗഷാദ് ആര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറമെ ആരെങ്കിലും അതിൽ അങ്ങനെ പറയപ്പെട്ടത് കൊണ്ട് ഞാൻ ഒരിക്കലും ആ വാക്കുകളൊന്നും ഇവിടെ പറയപ്പെടരുത് സത്യമായിട്ട് പറയണേ വിചാരിച്ചതാണ്. ഇനി ആരെങ്കിലും അതിൽ പങ്കെടുക്കണം, നൗഷാദ് പറഞ്ഞ മാതിരി, നൗഷാദല്ലേ പറഞ്ഞതുപോലെ ചെയ്യണ്ടെങ്കിൽ അവിടെ ബോർഡിംഗ് ഓഫീസിലെ ബന്ധപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചോളൂ. ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കുട്ടി ഉസ്താദ് വളരെ അസ്വസ്ഥനാണ്. കുട്ടി ഉസ്താദ് ഒരു ചെറിയ സംഭവം കൂടി പറയാണ്. ഇപ്പോ ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോ, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അനിശ്ചിതത്വം വന്നപ്പോ കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉസ്താദന്മാർ മുന്നോട്ട് വരട്ടെ. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളും ഉസ്താദന്മാരും അടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി, പൂർവ്വ വിദ്യാർത്ഥികളും ഉസ്താദന്മാരും അടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി, ഒരു 5-6 ആളുള്ള ഒരു കമ്മിറ്റി. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 2 ആൾ വേണം. ഒരാൾ എനിക്ക് തോന്നുന്നു കുട്ടി ഉസ്താദ് തന്നെ ആവട്ടെ, വേറെ ആരെങ്കിലും പറ്റിയ ഒരാള്. അങ്ങനെ ഇവിടുത്തെ ധർമ്മസ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സബ് കമ്മിറ്റി. ഇപ്പോ കുഞ്ഞാമുസ്താദും ഞാനും പിന്നെ ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ ദുബായിൽ PC എല്ലാ സ്ഥാപനങ്ങളിലെയും PEDലെയും ഇവിടുത്തെ അറബി കോളേജിലൊക്കെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹവും ആണ് ഇപ്പോൾ ഉള്ളത്. 2 ആളുടെ വേക്കന്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒന്ന് ഒരുപക്ഷെ കുട്ടി ഉസ്താദ് ആയിക്കോട്ടെ, ഞങ്ങളെ കൊടുക്കുന്ന ഒരാളും. അങ്ങനെ ഇവർ ഈ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കും. ഞങ്ങള് നിങ്ങളെയൊക്കെ കണ്ണിൽ കണ്ടാണ്. ഇതൊന്നൊരു പ്രശ്നമല്ല. ഒരു മാസം 15 ലക്ഷം മർക്കസിനെ സംബന്ധിച്ചിടത്തോളം എന്താ അതൊക്കെ കാര്യം. CK കൈമലശ്ശേരി നബറല്ലാഹു മർക്കദഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, കടങ്ങളെ പറ്റിയും ഓഫീസിലെ പ്രതിസന്ധികൾ എപ്പോഴേക്കും ഉണ്ടാകുമ്പോ മർക്കസിനൊരു പേടില്ല, ഈ ഭാഗത്തെ പ്രമാണി മർക്കസാണ്. മർക്കസ് കടം ചോദിച്ചാൽ ആരും പറയില്ല. ഇന്നും പൂർവ്വ വിദ്യാർത്ഥികൾ ആരോ പറഞ്ഞു 1 കോടി കട, അതൊക്കെ ഇപ്പൊ മർക്കസിന് നേരെ ഇവരെ കൂട്ടുന്ന ആരോ പറഞ്ഞതാ. ഈ ഭാഗത്തെ പ്രമാണിയാണ് മർക്കസ്. അള്ളാഹു അങ്ങനത്തെ അതിന്റെ പ്രമാണിത്വം നിലനിർത്തുമാറാകട്ടെ. ഇത് പണ്ടന്നെ അങ്ങനെയാണ്. ഒരുപാട് യത്തീംഖാനി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ആ ബോർഡിങ്ങിൽ കുട്ടികൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് അതൊക്കെ അനുഭവിക്കുന്ന. ഈ കട്ടിലിൽ യത്തീം കുട്ടിയാണെങ്കിൽ ഈ കട്ടിലിൽ ബോർഡിംഗ് വിദ്യാർത്ഥി. എല്ലാവർക്കും ഒരു മെനു, ഒരു ഭക്ഷണം. പിന്നെ അത് കുറച്ച് നീങ്ങിപ്പോയിരുന്നു. ആദർശശാലിയായ ഹംസകുട്ടി ഉസ്താദ് വന്നപ്പോൾ വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. ഒരു മെസ്സാണ്. ഇവിടെ ഒരുമയുടെ ഒറ്റ രൂപത്തിന്റെ സ്ഥാപനമാണിത് എല്ലാ അർത്ഥത്തിലും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ മർക്കസിനെ ഒന്ന് ശ്രദ്ധിക്കുക. മർക്കസ് വാർദ്ധക്യത്തിലാണ്. ഉപ്പ വിളിക്കുന്നു, ഉപ്പ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ വേദി ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ്. 2002 SSLC ബാച്ചിൽ സമർപ്പിക്കുന്ന മർകസ് അലുമിനി വെബ്സൈറ്റ് ലോഞ്ചിംഗ് വേദിയിൽ നടക്കുന്നു. പവിടപ്പും ചിന്തകളിൽ നിന്നും ഉതിർന്നു വീഴുന്ന വചനാമൃതധാര കൊണ്ട് മനുഷ്യ മനസ്സുകൾക്കിടയിൽ അകലങ്കര ചമത സൗഹാർദ്ദത്തിന്റെ ഭൂമിരപ്പണിൽ പാണക്കാട് കടപ്പനക്കൽ തറവാട്ടിലെ കാരണവർ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന മഹാനായ പിതാവിന്റെ വിരൽത്തുമ്പ് കൈപിടിച്ചുകൊണ്ട് മഹത്വത്തിന്റെ മഹിതമായ മാതൃകൾ സൃഷ്ടിച്ച മഹാനവറുകൾ പടുത്തുയർത്തിയ മർകസിന്റെ കവാടം കടന്നുകൊണ്ടുവന്ന ബുർഹാദുരത്തെ ഓർമ്മയിൽ വേദിയിൽ ഉപവിഷ്ടനായ ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ആ മഹത്തായ ചരിത്രകർമ്മം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം സവിനയം പ്രസംഗ പീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ അലുമിനിയുടെ ചരിത്രത്തിൽ ആദ്യമായി അലുമിനിക്ക് സ്വന്തമായ ഒരു വെബ്സൈറ്റ് മഹാനായ തങ്ങളവറുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിന്റെ വിലാസം ഗൾഫിൽ ഈ സമയം തന്നെ തത്സമയ സംപ്രേഷണം കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ കൂടി ഉദ്ദേശിച്ച് പറയുന്നു. www
www.mtialumni.org 2002 ബാച്ചിലെ ഗൾഫ് വിംഗ് ആണ് ഇത് രൂപകൽപ്പന ചെയ്ത് സമർപ്പിച്ചത്. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഈ വേദിയിൽ നടക്കാനുള്ളത് രണ്ട് ഉപഹാര സമർപ്പണമാണ്. ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന വാഫി സംവിധാനത്തിൽ നിന്നും ആഗോളം ഊർജ്ജം സംഭരിച്ച് സമ്പന്നവും സമ്പുഷ്ടവുമായ സംസ്കാരങ്ങളുടെ കടുത്തുപ്പിലായ ഈജിപ്തിന്റെ മുന്നിൽ ലോകത്തിന്റെ അഷ്ടദിക്കിലേക്ക് ജ്ഞാനപ്രസരണം തീർത്ത് തലയുയർത്തി നിൽക്കുന്ന കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD കരസ്ഥമാക്കിയ ഡോക്ടർ റഫീഖ് അബ്ദുൽ ബർ വാഫി അൽ അസ്ഹരി അവർക്കും ഡോക്ടർ ഫൈസൽ വാഫി അൽ അസ്ഹരി അവർക്കും KKHM ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് വിദ്യാർത്ഥി സംഘടന MMSA സമർപ്പിക്കുന്ന സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി മറ്റൊരു ഉപഹാര സമർപ്പണം ജ്ഞാനദാഹമായി കുഞ്ഞിളം മനസ്സുകൾ മർഗസിന്റെ മുന്നിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ജ്ഞാനം പകർന്നേറ്റി ഇക്കാലമത്രയും മർഗസിന്റെ കൂടെ നടന്ന ബഹുമാന്യനായ ഗുരുവര്യർ കുട്ടി ഉസ്താദ് അവർക്ക് MMSA നൽകുന്ന ഉപഹാര സമർപ്പണമാണ്. നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ തങ്ങളവர்களെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാന്യ ഗുരു കുട്ടി ഉസ്താദ് അവர்களെയും സാദരം സവനീയം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാന്യരായ ഡോക്ടർ അബ്ദുൽ ബർ വാഫി അൽ അസ്ഹരി ഉസ്താദ് അവരെ സാദരം ക്ഷണിക്കുന്നു. വിഷയം സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫിഖിലെ സംഭാവന എന്ന വിഷയത്തിലാണ് ഉസ്താദ് അവர்கள் PhD കരസ്ഥമാക്കിയത്. അടുത്തതായി ഫൈസൽ വാഫി അൽ അസ്ഹരി സാദരം ക്ഷണിക്കുന്നു. ഇന്ത്യയിലെ വഖഫ് സ്വത്തിനെ കുറിച്ചാണ് ബഹുമാനവർകൾ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD കരസ്ഥമാക്കിയത്. സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആത്മശുദ്ധിയും നേതൃശുദ്ധിയും സമന്വയിച്ച പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പൊന്നോമനപുത്രൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഇത്രതിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറ്റവും ആദരം നിറഞ്ഞ ഏകാധ്യക്ഷൻ നമ്മുടെ പ്രഥമ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി, ഹംസകുട്ടി മുസ്ലിയാർ ആദർശേരി, ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസി, കുട്ടി ഉസ്താദ്, മറ്റു ഇവിടെ സന്നിധരായിട്ടുള്ള നജീബ് കാന്തപുരം, മറ്റു വേദിയിൽ സന്നിധരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ഉസ്താദുമാരെ, അധ്യാപകരെ, ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയങ്കരായ എൻ്റെ ബാച്ചിലുള്ള 4-5 പേരവിടെ ഉണ്ട്, അതുപോലെ എൻ്റെ ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ആയിട്ടുള്ള എൻ്റെ സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിട്ടുള്ള ഒരു മുറ്റമാണ് മർക്കസിന്റെ ഈ ക്യാമ്പസ്. നമുക്കൊന്നും ഒട്ടും തിരിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ ഈ ഒരു വിജ്ഞാന ലോകത്ത് നമ്മെ കൊണ്ടാക്കുമ്പോൾ നമ്മളൊരിക്കലും ഇത്രയേറെ ധന്യമായ ഒരനുഭവം നമുക്കൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മർക്കസിലെ ജീവിതത്തിന്റെ അനുഭവം അത് നമ്മെ
ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ഒന്നായി നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മർക്കസിന്റെ ജീവിതമെന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് നമുക്ക് കിട്ടാൻ കഴിയാത്ത ഒരനുഭവമാണ്. എപ്പോഴും ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടേതായ അവർ പഠിച്ചിട്ടുള്ള സ്കൂളുകളും അവർ പഠിച്ചിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ എന്നും ഹൃദയത്തിൽ നിന്നും മായ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ഘട്ടത്തിലും ഒരുപാട് മുന്നേറ്റങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. വിജയവും അതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ്, വിജയവും പരാജയവും നമുക്കുണ്ടാവാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ആ ഓരോ ഘട്ടത്തിലും നമുക്ക് താലലിക്കുവാനും നമുക്ക് അതിൽ നിന്ന് അതിജയിക്കുവാനൊക്കെ നമുക്ക് പല രീതിയിലുള്ള ചിന്തകൾ, നമ്മുടെ അധ്യാപകരിൽ നിന്നും നമുക്കുണ്ടായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായിട്ടുള്ള അവരുടെ പിൻബലങ്ങൾ, പിന്തുണകൾ, ഇങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ഇതൊരു കേവലം ഒരു അടിസ്ഥാന സൗകര്യം മാത്രമല്ല. ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഇവിടെ കെട്ടിടങ്ങൾ മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹൃദ്യമായ ഒരു അന്തരീക്ഷം, സ്നേഹവും വാത്സല്യവും തന്നുകൊണ്ട് നമ്മുടെ അധ്യാപകരും അതുപോലെ തുല്യതയില്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന സൗഹൃദങ്ങൾ, ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എല്ലാവരും ഒരുമ പെറ്റ മക്കളെ പോലെ കഴിയുന്ന സാഹോദര്യ ബോധമൊക്കെ തന്നെ നമുക്കുണ്ടാക്കാൻ കഴിയുകയും അതിലൂടെ ഉണ്ടായിട്ടുള്ള സൗഹൃദം കാലങ്ങളോളം ഏകദേശം എന്റെ ബാച്ച് ഇവിടുന്ന് കഴിഞ്ഞു പോയിട്ട് ഏകദേശം 22 വർഷമായി. 1993 SSLC ബാച്ച് ഇവിടെ കഴിഞ്ഞു പോകുന്നത്. ഇത്രയും കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ കാലം എന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും മർക്കസിനെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധ്യല്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ഇന്ന് നമ്മൾ ഇത്രയധികം, പ്രത്യേകിച്ച് എന്റെ ജീവിതത്തിൽ തന്നെ, ഒരുപക്ഷെ മർക്കസിൽ അന്ന് ഈ ഒരു ക്യാമ്പസിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് പലതും എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു എന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. പല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ ഉസ്താദന്മാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സഹോദരന്മാരിൽ നിന്നും സഹപാഠികളിൽ നിന്നും നമുക്കുണ്ടായിട്ടുള്ള ഇൻസ്പിറേഷനും അവരിൽ നിന്നുണ്ടായിട്ടുള്ള പിന്തുണയും സ്നേഹമൊക്കെ നമ്മെ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരാൻ നമുക്ക് സഹായമായിട്ടുണ്ട്. ഈ ക്യാമ്പസ് വിട്ട് പല ക്യാമ്പസിനും പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഇവിടുത്തെ ജീവിതത്തിൽ, കലാലയ ജീവിതത്തിൽ നമുക്ക് തന്നിട്ടുള്ള പാഠങ്ങളൊക്കെ അതൊക്കെ അവിടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരിക്കലും എവിടെയും പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തുല്യതയില്ലാത്ത അനുഭവങ്ങളാണ് അതൊക്കെ തന്നെയും. ഇവിടെ ഈ ഒരു ക്യാമ്പസ് ഇവിടെ ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പണിയുമ്പോൾ, അല്ലെങ്കിൽ അതിലേറെ വർഷങ്ങൾക്ക് മുമ്പ് പണിയുമ്പോൾ ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ വരിക എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട നമ്മുടെ കെ ഹസ്രത്ത് അവർകൾ, നമ്മുടെ കുഞ്ഞുട്ടി ഹാജി പോലുള്ള മഹാവ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഈ സ്ഥാപനം ഇത്തരമൊരു അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ സമർപ്പണമാണ് ഇത്തരമൊരു വലിയൊരു ക്യാമ്പസായി ഇതിനെ വളർത്തിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നിരന്തരമായി ഇതിനുവേണ്ടി ഓടി നടന്നുകൊണ്ട് ഇന്ന് അതൊരു മറ്റൊരു കൈകളിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓരോ തലമുറ കഴിയുമ്പോഴും, കാരണം ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു നദി പോലെയാണ്. മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ ബട്ട് ഐ ഗോ ഓൺ ഫോർ എവർ എന്നൊരു കവി പാടിയിട്ടുണ്ട്. മനുഷ്യർ വരികയും പോവുകയും ചെയ്യും, പക്ഷെ ഞാൻ എന്നും ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് അത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതിനെയാണ് പരിശുദ്ധമായ ഖുർആനിലും പല സമൂഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുള്ള സമൂഹങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ ദൃഷ്ടാന്തങ്ങളായി പല രീതിയിലുമുള്ള അനുഗ്രഹങ്ങളും അവർ ജീവിച്ചു പോന്ന കെട്ടിടങ്ങൾ, മനോഹരമായ ഭവനങ്ങളും പൂന്തോട്ടങ്ങളും ഒക്കെ തന്നെയും അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് മറ്റൊരു സമുദായത്തിന് വേണ്ടി അനന്തരാവകാശമായി അള്ളാഹു നൽകി. പക്ഷെ ആകാശവും ഭൂമിയും അവരെ ഓർത്ത് കരഞ്ഞില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കാലഘട്ടത്തിന്റെ ഒരു സത്യമാണ്. നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് കാലം തന്നെയാണ്.
ഓരോ കാലഘട്ടത്തും ഇവിടെ ഉണ്ടായിരുന്ന ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഇതിന്റെ നേതാക്കന്മാർ അവരുടെയൊക്കെ തന്നെയും സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെയും ജീവിതത്തിന്റെ വിജയങ്ങൾ തേടിക്കൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ അതിർവരമ്പുകൾ കടന്നുകൊണ്ട് കടലിന്റെ അക്കരെയൊക്കെ പോയി ഏറ്റവും വലിയ പരമോന്നതമായ നേട്ടങ്ങൾ നേടുകയും അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഈജിപ്ത് പോലുള്ള പ്രദേശമൊക്കെ തന്നെയും പോയി അവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്നും നല്ല ബിരുദം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പല വിദ്യാർത്ഥികളും പല നേട്ടങ്ങളും പല രീതിയിലുള്ള അക്കാഡമിഷ്യൻസിനായി അവർക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്, എഞ്ചിനീയേഴ്സായി മാറാൻ സാധിച്ചിട്ടുണ്ട്, ഡോക്ടേഴ്സായി മാറാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ നാനാ തുറകളിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ നാമാക്കി മാറ്റിയ ഈ ഒരു ക്യാമ്പസ് ഇവിടെ ബഹുമാനപ്പെട്ട ഹംസകുട്ടി മുസ്ലിയാരും അതുപോലെ അദർശേരി നമുക്ക് പൈസയൊക്കെ നമ്മോട് സൂചിപ്പിച്ചതുപോലെ കുട്ടിസ്താവ് അടക്കമുള്ള ആളുകൾ ഈ ഒരു ക്യാമ്പസ് അവരൊക്കെയാണ് ഇന്ന് ഈ ക്യാമ്പസ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ക്യാമ്പസ് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെ നമ്മളുമായി പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു മീറ്റിംഗ് ഇവിടെ ഒരുക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധിപ്പെടാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ഈ ക്യാമ്പസിന്റെ ഉയർച്ച, അതിന്റെ വളർച്ചയൊക്കെ അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കൂടി ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ജീവിതത്തിന്റെ നാനാ തുറകളിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സമയം പാഴാക്കാത്ത രീതിയിൽ ഈ ക്യാമ്പസിന് വേണ്ടി ഈ ഒരു മർക്കസിന്റെ നിലനിൽപ്പിനും ഇതിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത്. അതാണ് നമ്മളിലേക്ക് മർക്കസ് വിളിക്കുന്നു പറയുമ്പോൾ ഈ മർക്കസിന്റെ ശോചനീയമായ അല്ലെങ്കിൽ മർക്കസ് നമ്മൾ തകർന്നു പോവുക എന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായും നമുക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഈ ക്യാമ്പസിനോട് വളരെയധികം, ഈ കലാലയത്തോട് വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഭാഗമാണ്. കാരണം ഇതിൽ മറ്റാരേക്കാളും ഇതിന്റെ ഗുണം കിട്ടിയിട്ടുള്ളത് നമുക്ക് തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് മറ്റൊരിടത്ത് നിന്ന് കിട്ടുക, കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുക. ഇതൊരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തെ പ്രബുദ്ധരാക്കുന്നതിന് വേണ്ടി നിസ്വാർത്ഥമായ മനസ്സോടുകൂടി ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ലാഭേച്ഛയ്ക്ക് വേണ്ടിയോ മറ്റൊരു ബിസിനസ് പ്രോഫിറ്റിന് വേണ്ടി നടത്തപ്പെടുന്ന സ്ഥാപനമല്ല. ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തന്നെയും കച്ചവടവൽക്കരിക്കപ്പെടുമ്പോൾ മർക്കസ് പോലുള്ള കലാലയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ മാറ്റത്തിന്, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി സമർപ്പണബോധത്തോടു കൂടി നയിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ എന്ന നിലക്ക് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വലിയ ചുമതല കൂടി നമുക്കുണ്ട്. അത്തരം ചുമതലകളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുവാനും അതിലൂടെ നമുക്ക് ഈ സ്ഥാപനത്തെ നമുക്ക് സഹായിക്കാൻ കഴിയുന്ന സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനുമാണ് നാം ഇവിടെ ഒരു അല്പമെങ്കിലും കുറച്ച് രീതിയിൽ നമുക്കിവിടെ സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈയൊരു സാഹചര്യം അത് തീർത്തും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് കൂടി പങ്കാളികളാകുന്ന രീതിയിലുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ നമുക്ക് മർക്കസിനോടുള്ള അടുപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും, കാരണം ഇപ്പോൾ പലപ്പോഴും അന്ന് വിട്ടുപോയതിനു ശേഷം ഇന്ന് മാത്രമായി വന്നവരുണ്ടാവും, അതിനിടയിൽ വന്നവരുണ്ടാവും. പക്ഷെ ആ ഒരു ബന്ധം കൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടി നമ്മളിവിടെ ഒരുമിക്കേണ്ടതുണ്ട്. കാരണം പല സ്ഥാപനം, ഇപ്പോൾ ഫറൂഖ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ ഫോസ എന്ന പേരിൽ, ഫറൂഖ് കോളേജ് ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ എന്ന പേരിൽ എല്ലാ വർഷവും അവരവിടെ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അതിലൂടെ പല രീതിയിലുള്ള പ്രോജക്റ്റുകൾ, അപ്പൊ അവരൊക്കെ GCC രാഷ്ട്രങ്ങളിൽ, ഗൾഫിലും മറ്റു പ്രദേശങ്ങളൊക്കെ തന്നെയും വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ അവർ വഹിക്കുമ്പോഴൊക്കെ അവരുടെ ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് സ്ഥാപനത്തിരിക്കുക. കാരണം ഇത് നമുക്ക് നമ്മുടെ വീടിന് സ്വന്തം വീടിന് ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളെ പോലെയാണ് നമുക്ക് തോന്നുക. മറ്റുള്ളതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ. ഇപ്പൊ UAE-യിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥി, ഇപ്പോൾ ഉള്ള കുട്ടി ഉസ്താദിന്റെ ഒക്കെ മക്കളുടെ കല്യാണത്തിനൊക്കെ വേണ്ടി നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ തന്നെയും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ
വളരെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് സഹായിക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ക്രിയാത്മകമായി ശാസ്ത്രീയപരമായി ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഉസ്താദുമാരും നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു നീക്കം നമ്മൾ ഒരു മുന്നേറ്റം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് വളരെ വിജയകരമായി തീരുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത്ര നല്ലൊരു മുഹൂർത്തം നമുക്ക് ഒരുപാട് സമയം ഇവിടെ ചെലവഴിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവനും എല്ലാവരുമായി പരിചയം പുതുക്കി നല്ലൊരു റിഫ്രഷായിക്കൊണ്ട് തിരിച്ചു പോകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പിന്നെയും ഇൻഷാ അല്ലാഹ് ഇത്തരമൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപനത്തിന്റെ പുരോഗതിക്കും അതുപോലെ മറ്റുള്ള ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക, സാമ്പത്തികമായി മാത്രമല്ല പല രീതിയിലുമുള്ള ഭൗതികപരമായി നമുക്ക് പല ടാലന്റഡ് ആയിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയുണ്ട്. അവിടെയൊക്കെ തന്നെയും കഴിവിനെ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് അധ്യാപക മേഖലയിലും അതുപോലെ മാനേജ്മെന്റ് വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്. മറ്റുള്ള എല്ലാ മേഖലയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരുണ്ട്. അങ്ങനെ സർവ്വ രീതിയിലുമുള്ള നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയും കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ ഏറ്റവും നല്ല ഉയർച്ചയിലേക്ക് നമ്മൾ പുനരുദ്ധരിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ഈ മർക്കസ് ക്യാമ്പസിൽ അധ്യാപനം നടത്തിയിട്ടുള്ള അധ്യാപകന്മാർ അതുപോലെ ഇവിടെ പഠിച്ചുള്ള വിദ്യാർത്ഥികൾ പലരും നമ്മിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ മരണമടഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ നമ്മൾ പോവുകയാണ്. ഇലാ ഹളറത്ത് റൂഹി സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹളറത്തി മൻ നബിനാ അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അല്ലാഹു അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ശർരി ഖലഖ മിൻ ശർരി മാ ഖലഖ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബിൻ നാസ് മിൻ ശർരി الناس بوسوسة الناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. ربنا لك الحمد كما ينبغي لوجهك وعظيم سلطانك. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم وصل وبلغ وما قرأنا من القرآن الذي من حضرة رؤيا سيدنا محمد صلى الله عليه وسلم إلى حضرة من نبيناهم يا رب العالمين. اللهم اغفر لهم وارحمهم واعف عنهم وعافيهم واكرم نزلهم وبالسم دخلهم فاغسلهم بالماء والثلج والبرد ونقيهم من خطايا كما ينقى الثوب الابيض من الدنس. وبلهم دارا خير من دارهم واهلنا خير من اهلهم جيرانا خير من جيرانهم زوجنا خير من زوجهم. اللهم اعيذهم من عذاب القبر وعذاب النار. اللهم اجمع بيننا وبينهم في جناتك النعيم من الابرار يا عزيز يا غفار يا رب العالمين. اللهم نبير قبرهم بنور القرآن زين قبرهم بزينة القرآن شرف قبرهم شرف القرآن. اللهم عظم قبرهم بعظمة القرآن. اللهم جعلناهم في جناتك النعيم من العزيز يا من الابرار يا عزيز يا غفار يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. ഡെവോക്ക് കമ്മിറ്റി നിലവിൽ വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആളുകളെ സഭയുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. അതേപോലെ തന്നെ സബ് കമ്മിറ്റിയിലേക്ക് 2 ആളുകൾ വേണമെന്ന് പറയുന്നുണ്ട്. ആ 2 ആളുകളെയും ഉസ്താദ് പ്രഖ്യാപിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ സാദാത്തുക്കൾ, മനോഹർ ശബ്ദങ്ങൾ, അബ്ദുറഹ്മാൻ ബാഫിത്തങ്ങൾ, പണ്ഡിതരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ വളരെയധികം സന്തോഷത്തിന്റെ ഒരു സുദിനമാണ്. സമയത്തിലാണ് നാം മർക്കസ് ആവശ്യാർത്ഥം മലേഷ്യയിൽ പോയപ്പോൾ ഗൻഡിങ്ങിൽ ചെന്നു. അവിടെ എത്തിയപ്പോൾ അതിന്റെ ഉടമ മുനവർ മോൻ എവിടെയുണ്ടെന്ന് പറഞ്ഞു. അവരും ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. ഞങ്ങളെ സ്വീകരിച്ചു. ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, പണക്കാട്ട കുട്ടി മാത്രമല്ല,
ഞങ്ങളുടെ കുട്ടിയാണ് മർക്കസിന്റെ എന്ന്. ആ രംഗം ഞാൻ ഓർക്കുന്നു. അവര് പറഞ്ഞു, മുനവർ മോൻ മലേഷ്യയിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുമായി ബന്ധപ്പെടാറുണ്ട്, ഞങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെടാറുണ്ട്. അവരുടെ സംസാരത്തിൽ സദാ വരുന്ന ഒരു കലാലയമാണ് മർക്കസ്. തങ്ങൾ പറഞ്ഞതുപോലെ നമുക്കൊരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ചാൽ ഇത് എവിടെയോ എത്തിക്കാം. ഇപ്പോൾ ഇവിടെ ധാർമ്മികമായി വാഫി ഉഫിയ, ഭൗതികമായി PG, MA, MCom, MEd, MA സൈക്കോളജി, MA ഇംഗ്ലീഷ് ഇതൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ മൈക്രോബയോളജി, കെമിസ്ട്രി, BBA, BCom ഇതെല്ലാം പുതുതായി നമുക്ക് ലഭിച്ച കോഴ്സുകളാണ്. BSc സോഷ്യോളജി, സൈക്കോളജി. അല്ലാഹു വലിയ അനുഗ്രഹമാണ് നമുക്ക് തങ്ങിയിട്ടുള്ളത്. ഈ സദാത്തുക്കളുടെ നേതൃത്വത്തിൽ, അവരുടെ തണലിൽ, പാണക്കാട് കുടുംബത്തിന്റെ നിഴലിൽ നാം ജീവിക്കുന്നു. അല്ലാഹു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കാൻ നാം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, ഒറ്റ മനസ്സോടെ പ്രവർത്തിച്ചാൽ ഇത് വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ കൂട്ടായ്മ അനിവാര്യമാണ്, നിർബന്ധമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്, അത് പ്രഖ്യാപിക്കുകയാണ്. ഒന്നിരായ മുനവ്വർ അലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റ്. ഈ അലുമിനി മർക്കസിന്റെ അലുമിനിയുടെ കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കുന്നത്. മുനവ്വർ അലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വൈസ് പ്രസിഡന്റ്, അഡ്വക്കേറ്റ് ഷാഫി സാഹിബ് സെക്രട്ടറി, PKK ബാബു സാഹിബിന്റെ മകൻ, PC സിദ്ദീഖ് റാസുൽ ഖമീൽ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് മുതൽ അതിന്റെ പ്രസിഡന്റായിരുന്നു കുട്ടിയുടെ ഉപ്പ PC മുഹമ്മദ് മൗലവി. തഥാ അബ്ദുള്ള കുണ്ടറ എന്ന് പറയുമ്പോൾ ദുബായ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി മരിക്കുന്നവരെ പ്രവർത്തിച്ച, ആജീവനാന്തം പ്രവർത്തിച്ച ഒന്നിരായ മഹാദേഹമാണ് ദാവൂദ് മൗലവി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മകനാണ് നൌഷാദ് താഴക്കോട് ട്രഷറർ. PCയും അബ്ദുള്ള കുണ്ടറയും ജോയിന്റ് സെക്രട്ടറിമാർ. നജീബ് കാന്തപുരം, നൌഷാദ് കാഞ്ഞങ്ങാട്, അഡ്വക്കേറ്റ് ഗഫൂർ തവനൂർ ഇവരാണ് മെമ്പേഴ്സ്. ഒരുമിച്ചിരുന്ന് ഇതിന്റെ അഡ്വോക് കമ്മിറ്റി അഥവാ മറ്റവരുമായി ബന്ധപ്പെടാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ചെയ്യാനും ഇങ്ങനെ അഡ്വോക് കമ്മിറ്റിയായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അക്ബർ. ഉസ്താദുമാരുടെ സബ് കമ്മിറ്റി കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിൽ വെച്ച് തെരഞ്ഞെടുത്തിരുന്നു. ധർമ്മസ്ഥാപനങ്ങളുടേതായ സാമ്പത്തിക ഭദ്രത വിജയിപ്പിക്കാനായിട്ട്. അതിൽ 2 പോസ്റ്റ് ഒഴിവുണ്ട്, 2 മെമ്പർമാരുടെ. ഒന്ന് ഒന്നിരായ കുട്ടി ഉസ്താദ് തന്നെ, രണ്ടാമത്തെ നൌഷാദ് താഴക്കോട്. ഇവരെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും. ഇനി നന്ദി പറയുകയാണ്. അപ്പോ ഈ സംരംഭത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ച്, വെറും 10 ദിവസമാണ് കൃത്യമായിട്ട് ഇതിന്റെ പരിപാടിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. മുഴുവൻ സമയവും ഇതിനുവേണ്ടി ചെലവഴിച്ച് കഠിനാധ്വാനം ചെയ്ത തുഫൈൽ, നിങ്ങളോട് നന്ദി പറയും. നന്ദി ഔപചാരികമായിട്ട് നന്ദി പറയുന്നത് തീർച്ചയായിട്ടും 2 ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അത് അവിടുന്ന് ദുആ ചെയ്ത് സലാത്ത് ചൊല്ലി പിരിച്ചുവിടാം. അസ്സലാമു അലൈക്കും. നോട്ടീസ് പ്രകാരമുള്ള ഒരു ഔപചാരിക നന്ദിയുടെ വേള ഉപയോഗപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ഇതിനുവേണ്ടി സഹകരിച്ചവർ, ഏറ്റവും കൂടുതൽ നിങ്ങളുമായി നേരിട്ട് ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം സംവദിച്ച ഒരാളെന്ന നിലയ്ക്ക്, നിങ്ങളെ ക്ഷണിച്ച ഒരാളെന്ന നിലയ്ക്ക്, നിങ്ങൾ പങ്കുവെക്കുന്ന മർക്കസിന്റെ വികാരം ഏറ്റവും ഇവിടെ അറിഞ്ഞ ഒരു പുതുതലമുറ വ്യക്തിയാണ് ഞാൻ. അള്ളാഹു ഈ കൂട്ടായ്മ എന്നും നിലനിർത്തുമാറാവട്ടെ. 2 സുപ്രധാന ചടങ്ങുകൾ കൂടി കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല.
ചടങ്ങിലേക്ക് ആയതിനാലാണ് ഇപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന് അലുമിനി ഓഫീസ് ഉദ്ഘാടനമാണ് മർക്കസിന്റെ. അതാണ് ആദ്യം. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മുകളിൽ കുട്ടി ഉസ്താദിന്റെ റൂമിന് സമീപം സൗകര്യപ്രദമായ ഒരു ഓഫീസാണ് താൽക്കാലികമായി സംവിധാനിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് പൂർത്തിയാക്കണം. അടുത്തത് 2002 ബാച്ചിൽ അയ്യൂബിന്റെ, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മരണപ്പെട്ടുപോയ സഹോദരന്റെ പേരിൽ സുഹൃത്തുക്കൾ നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ്. രണ്ടും വന്യരായ തങ്ങളവർകൾ നിർവഹിക്കും. തങ്ങളവർകൾക്കും ഉസ്താദുമാർക്കും ഒപ്പം എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ആ സദസ്സുകളിലേക്ക് ചെല്ലണം. രണ്ടാമത്തതാണ് ലൈബ്രറിയുടെ സദസ്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ബോർഡിങ്ങും ഓർഫനേജും ഒക്കെ താമസിക്കുന്ന ഇടം, അവിടെ നിന്ന് നമുക്ക് പിരിയുകയും വേണം. ഭക്ഷണം നിസ്കാരത്തിന്റെ സമയമാണ്. ഭക്ഷണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്ലാസ് റൂമുകളിൽ ഭക്ഷണം സജ്ജീകരിച്ചിട്ടുണ്ട്. വളണ്ടിയേഴ്സ് റെഡിയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉസ്താദുമാരെ കണ്ടിട്ട് നിങ്ങളൊക്കെ കഴിയുന്നതും പോകാവോ എന്നറിയിക്കുന്നു. ഈ അലുമിനിയുടെ വെബ്സൈറ്റ് ലോഞ്ചിന് ബാക്കി ഫോളോ അപ്സ് ഉണ്ടാവണം. ഈ ഒരു തുടക്കം, വളരെ മഹത്തരമായ തുടക്കം എന്നും മർക്കസിന് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ നിലനിൽക്കണം. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും. മർക്കസിന്റെ എല്ലാ ചലനങ്ങളും ഒരുപാട് ഹൃദയവായ്പോടെ കാത്തിരിക്കുന്ന നിങ്ങളിലേക്ക് എത്തിക്കാൻ അപ്ഡേറ്റ്സ് അതിൽ ചെയ്യും എന്ന് ഒക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇതിനുവേണ്ടി സഹകരിച്ച, പ്രവർത്തിച്ച, ഒരുപാട് രാത്രികളിൽ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഉറക്കമിളച്ചിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.